കൊലോസ്യർ, എഫേസ്യർ, ഫിലേമോൻ എന്നീ 3 ലേഖനങ്ങൾ പൗലോസ് തൻ്റെ കാരാഗൃഹവാസത്തിൻ്റെ ആദ്യ വർഷത്തിൻ്റെ ഒടുവിലോ 2ാം വർഷത്തിൻ്റെ ആദ്യമോ എഴുതി എന്നാണ് വിചാരിക്കേണ്ടത്. ഒനേസിമോസിൻ്റെ മാനസാന്തരത്തെ തുടർന്ന് പൗലോസിനെ അവൻ ശുശ്രൂഷിച്ച് തൻ്റെ പ്രയോജനത്വം തെളിയിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടമൊരുക്കിക്കൊള്ളുക എന്ന് പൗലോസിന് പറയുവാനും ഈ സമയദൈർഘ്യം ആവശ്യമാണ്. ഈ 3 ലേഖനങ്ങളുമായി തിഹിക്കോസും ഒനേസിമോസും കൊലോസ്യയ്ക്ക് യാത്രയായി. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 21-ാമത്തെ വാക്യം, 22-ാമത്തെ വാക്യം, കൊലോസ്യ ലേഖനം 4-7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, ഫിലേമോൻ്റെ ലേഖനം 12-ാമത്തെ വാക്യം. തടങ്കലിലെങ്കിലും പൗലോസിൻ്റെ നിർവിഘ്നമായ സുവിശേഷ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു. സ്വതന്ത്രനായ പൗലോസിനേക്കാൾ ശക്തനാണ് ബന്ധനസ്ഥനായ പൗലോസ് എന്നു വരുമാറ് റോമിൽ ക്രിസ്തീയ ദൗത്യം പുതിയ മേഖലകളിലേക്ക് വ്യാപിച്ചു. അനേകരും കൂടുതൽ ചുമതലാ ബോധമുള്ളവരായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഫിലിപ്പിയർ 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. പൗലോസിൻ്റെ ബന്ധനം യേശുക്രിസ്തു മുഖാന്തരമാണ് എന്ന് അകമ്പടി പട്ടാളക്കാർക്ക് പോലും ബോധ്യമായി. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈ അവസരത്തിൽ പൗലോസിന് കൂടുതൽ ആശ്വാസവുമായി ഒരു പ്രിയ സഹോദരൻ ആ തടവിൽ പൗലോസിനെ സന്ദർശിച്ചു. ഫിലിപ്പ്യ സഭയുടെ ഒരു പ്രതിനിധിയായ എപ്പഫ്രോദിത്തോസ് ആയിരുന്നു ആ സന്ദർശകൻ. സഭയുടെ ഒരു സൗഹൃദ ധനസഹായവും കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റ് പ്രാദേശിക സഭകളൊന്നും ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു അവർ ചെയ്തത്. അവരത് ആദ്യം മുതൽ തന്നെ ചെയ്യുന്നുമുണ്ടായിരുന്നു. പണമേൽപ്പിക്കുക മാത്രമല്ല, അല്പകാലം കാരാഗൃഹത്തിൽ പൗലോസിന് ശുശ്രൂഷ ചെയ്യുവാൻ കൂടിയാണ് സഭ അദ്ദേഹത്തെ അയച്ചിരിക്കുന്നത്. എന്നാൽ അധിക ദിവസം പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ എപ്പഫ്രോദിത്തോസിന് കഴിഞ്ഞുമില്ല. അദ്ദേഹം ഒരു രോഗബാധിതനായി. രോഗം മൂർച്ഛിച്ച് മരണത്തോട് വളരെ അടുത്തു. മറ്റു ദുഃഖങ്ങൾ വേണ്ടുവോളമുള്ള പൗലോസിന് അതിനുമേൽ ദുഃഖമുണ്ടാകുന്ന ഒരു സ്ഥിതിയിലുമായി. ഇതിനിടയിൽ തങ്ങളുടെ പ്രിയ സഹോദരൻ റോമിൽ രോഗശയ്യയിലാണെന്ന് ഫിലിപ്പിയിലെ വിശ്വാസികൾ അറിഞ്ഞു. സ്വാഭാവികമായും അവർ വളരെ ദുഃഖിച്ചു കാണും. മാതൃസഭയിലെ വിശ്വാസികൾ തൻ്റെ രോഗവിവരം അറിഞ്ഞ് ദുഃഖിക്കുന്നു എന്നുള്ളത് എപ്പഫ്രോദിത്തോസിന് കൂടുതൽ ദുഃഖകാരണമായി. എന്നാൽ ദുഃഖത്തിൻ്റെ ആ ദിനങ്ങൾ വളരെയധികം ദീർഘിച്ചില്ല. പൗലോസിൻ്റെയും മറ്റുള്ളവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. എപ്പഫ്രോദിത്തോസ് തൻ്റെ രോഗത്തിൽ നിന്നും വിമുക്തനായി. ഇനി ഒട്ടും താമസിയാതെ സഹോദരനെ ഫിലിപ്പിയിലേക്ക് അയക്കുകയാണ് ഉചിതമെന്ന് പൗലോസിന് മനസ്സിലായി. സഭയ്ക്ക് ഒരു എഴുത്തെഴുതുവാൻ ഏറ്റവും പറ്റിയ അവസരമായിരുന്നു അത്. അവരയച്ച ധനസഹായത്തിന് നന്ദി പറയേണ്ടതുമുണ്ട്. കൂടാതെ ഫിലിപ്പിയിലെ വിശ്വാസികൾ പലവിധ കഷ്ടനഷ്ടങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. അത് പൗലോസിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് 2 വാക്ക് കുറിക്കണം. മറ്റൊന്നുകൂടി, സഭയിൽ അല്പമായ ഒരു ഭിന്നത കടന്നുകൂടിയതായും താൻ അറിഞ്ഞു. ക്രിസ്തീയ ഐക്യത്തിനുള്ള ഒരു ആഹ്വാനം നടത്തിയേ പറ്റുകയുമുള്ളൂ. അങ്ങനെ പൗലോസ് തൻ്റെ പ്രിയപ്പെട്ട സഭയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹമസൃണമായ ഒരു കത്തെഴുതി. അതാണ് സന്തോഷത്തിൻ്റെ ലേഖനം എന്നറിയപ്പെടുന്ന ഫിലിപ്പി ലേഖനം. ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 2-ാം വാക്യം നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ എന്ന് തുടങ്ങുന്നത് അതുവരെ പറഞ്ഞു വന്നതിൽ നിന്ന് തികച്ചും വിഭിന്നമാണെന്നുള്ളതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ മറ്റൊരു ലേഖനമാണത്, എങ്ങനെയോ രണ്ടും ചേർത്ത് ഒന്നാക്കിയതാണ് എന്നൊരു വാദം ചിലർ ഉന്നയിച്ചിട്ടുമുണ്ട്. പൗലോസ് വേറെയും ലേഖനം ഫിലിപ്പിയർക്ക് എഴുതിയിരുന്നിരിക്കാം. പോളികാർപ്പ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പൗലോസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അദ്ദേഹം നിങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്നപ്പോൾ നിങ്ങൾക്ക് എഴുത്തുകൾ അയച്ചിരുന്നുവല്ലോ. എന്നാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ലേഖനത്തിൻ്റെ ഏകത്വാവസ്ഥയെ സംശയിക്കുവാൻ മേൽപ്പറഞ്ഞ കാരണം മതിയായതല്ല. ഏറ്റവും പഴക്കമുള്ള കോപ്പികളും ഇത് ഒറ്റ ലേഖനമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആശയങ്ങൾ ക്രമമായി ചേർക്കുവാൻ പൗലോസിന് പലപ്പോഴും സന്ദർഭം അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യവും. ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഫിലിപ്പി പട്ടണത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. മക്കദോന്യയിലെ ഒരു പട്ടണമാണിത്. ഈജിയൻ സമുദ്രത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയുടെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു.
അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രണ്ടാമൻ BC 356 ഈ പട്ടണം പണിതു, സ്വന്തം പേര് നൽകി. പട്ടണത്തിൻ്റെ ആദ്യ പേര് ക്രിനിഡസ് എന്നായിരുന്നു. അതിന് ചെറിയ ഉറവകളുടെ സ്ഥാനം എന്നാണ് അർത്ഥം. ഇവിടെ വലിയ സ്വർണ്ണഖനികളുണ്ട്. BC 168 റോമാക്കാർ ഈ പട്ടണം പിടിച്ചെടുത്തു. അവർ മക്കദോന്യയെ 4 ജില്ലകളായി വിഭജിച്ചപ്പോൾ ഒന്നാമത്തേതിൽ ഫിലിപ്പി ഉൾപ്പെടുകയും ചെയ്തു. BC 42 ഒക്ടേവിയനും ആൻ്റണിയും ചേർന്ന് ജൂലിയസ് കൈസറിൻ്റെ ഘാതകരായ ബ്രൂട്ടസിനെയും കാഷ്യസിനെയും പരാജയപ്പെടുത്തിയത് ഫിലിപ്പി സമതലത്തിൽ വെച്ചായിരുന്നു. ആക്ടിയം യുദ്ധത്തിൽ ഏതാണ്ട് BC 31 ഒക്ടേവിയൻ, അതായത് ഔഗസ്തോസ് കൈസർ, ആൻ്റണിയെ തോൽപ്പിച്ചു. ഈ വിജയത്തിൻ്റെ സ്മാരകമായി ഔഗസ്തോസ് കൈസർ ഫിലിപ്പിയെ റോമൻ കോളനിയാക്കി. BC 27 റോമൻ സെനറ്റ് ഒക്ടേവിയനെ അഗസ്റ്റസ് സീസറാക്കിയതോടുകൂടി അദ്ദേഹം ഫിലിപ്പിയെ കൊളോണിയ ഔഗുസ്ത യൂലിയ ഫിലിപ്പൈൻസ് എന്ന പേരും ആക്കി. റോമൻ കോളനി ആയതോടുകൂടി പട്ടണത്തിന് നികുതി ഇളവും മറ്റാനുകൂല്യങ്ങളും ലഭിക്കുകയും ചെയ്തു. ലൂക്കോസ് അഭിമാനത്തോടുകൂടിയാണ് ഫിലിപ്പിയെക്കുറിച്ച് പറയുന്നത്. ഇത് മക്കദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറിപ്പാർത്തതുമാകുന്നു. അപ്പോസ്തലപ്രവൃത്തി 16:12. പൗലോസിൽ നിന്ന് സുവിശേഷം കേൾക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ പട്ടണമാണ് ഫിലിപ്പി. പ്രത്യേക ദൈവനിയോഗമനുസരിച്ചാണ് പൗലോസും ശീലാസും ത്രോവാസിൽ നിന്ന് ഫിലിപ്പിയിലെത്തിയത്. അപ്പോസ്തലപ്രവൃത്തി 16:6-12 വരെയുള്ള വാക്യങ്ങൾ. പുതിയ നിയമത്തിലെ 11ാമത്തെ പുസ്തകമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണിത്. നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. ഫിലിപ്പ് ലേഖനം 1:7, 13, 16, 17 ഈ വാക്യങ്ങൾ അതിന് ഉപോത്ബലകമായിട്ടുള്ള വാക്യങ്ങളുമാണ്. പൗരാണിക മക്കദോന്യയിലെ ഫിലിപ്പ്യ സഭ അപ്പോസ്തോലനായ പൗലോസ് യൂറോപ്പിൽ സ്ഥാപിച്ച ആദ്യത്തെ സഭയാണ്. യൂറോപ്പിൽ നിന്ന് ആദ്യം മാനസാന്തരപ്പെട്ട വ്യക്തിയും രക്താംബരം വിൽപ്പനക്കാരിയുമായ ലുദിയ ഈ സഭക്കാരിയായിരുന്നു. അവളുടെ കുടുംബം മുഴുവൻ വിശ്വസിച്ച് സ്നാനമേൽക്കുകയും ആ ഗൃഹം പുതിയ സഭയുടെ കേന്ദ്രബിന്ദുവായി മാറുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 16:15 ആ ചരിത്രങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവിടെ വച്ച് പൗലോസിനെ ബന്ധിക്കുകയും കോൽ കൊണ്ടടിപ്പിച്ച ശേഷം തടവിലാക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 16:23 കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകിയ വലിയ ഭൂകമ്പത്തിന് ശേഷം കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ക്രിസ്ത്യാനികളായി. തന്മൂലം പൗലോസിന് ഈ സഭയോട് ഒരു വലിയ ആത്മബന്ധമുണ്ടാവുകയും ചെയ്തു. കൂടാതെ തൻ്റെ കഷ്ടതകളിലും ആവശ്യങ്ങളിലും ഇത്രയധികം കൂട്ടായ്മ കാണിച്ചത് ഫിലിപ്പ്യ സഭ തന്നെയായിരുന്നു. ഇത്രയേറെ അടുപ്പമുള്ളതുകൊണ്ടാണ് വ്യക്തിഗതമായ രീതിയിൽ പുരുഷ സർവനാമങ്ങൾ അധികം ഉപയോഗിച്ചുകൊണ്ട് ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. ഫിലിപ്പ് ലേഖനത്തിൻ്റെ കർത്താവ് അപ്പോസ്തലനായ പൗലോസ് ആണെന്ന് പൊതുവേ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 1:1 അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ലേഖനത്തിലെ ചരിത്രപരമായ പരാമർശങ്ങളും ഭാഷയും ശൈലിയും പൗലോസിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തെ ഉറപ്പിക്കുന്നുമുണ്ട്. റോമിലെ ക്ലമൻ്റ്, പോളികാർപ്പ്, ഐറീനിയസ്, ഹിപ്പോലിറ്റസ് തുടങ്ങിയവർ ഈ ലേഖനത്തിൻ്റെ കർത്താവ് പൗലോസാണെന്ന് കൃത്യമായി പറയുന്നുമുണ്ട്. അലക്സാണ്ട്രിയയിലെ ക്ലമൻറ്റും തെർത്തുല്യനും ഫിലിപ്പി ലേഖനത്തിൽ നിന്നും പ്രചുരമായി ഉദ്ധരിക്കുകയും അവ പൗലോസിൻ്റേതാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പഴയ ലത്തീൻ സുറിയാനി വിവർത്തനങ്ങളിലും മാർഷ്യൻ്റെ കാനോനിലും ഫിലിപ്പി ലേഖനം പൗലോസിൻ്റേതായിട്ട് ചേർത്തിട്ടുണ്ട്. പൗലോസിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തെ എതിർത്തിട്ടുള്ളവരിൽ പ്രധാനിയാണ് FC ബെയർ. എതിർവാദങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്. 1. അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും എന്ന പ്രയോഗം പൗലോസിന് ശേഷമുള്ള സഭാഭരണകാലത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ ഈ വാദം അസ്ഥാനത്താണെന്ന് വ്യക്തമാകും. ഫിലിപ്പ് ലേഖനം എഴുതുന്നതിന് മുമ്പ് തന്നെ അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങൾ സഭയിൽ നിലവിലിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 6:1-6 വരെ, 11-ാം അധ്യായം 30-ാമത്തെ വാക്യം, 14:23, 15:2-6 വാക്യങ്ങൾ, 20-ാം അധ്യായത്തിൻ്റെ 17-28 വാക്യങ്ങൾ, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. മൂപ്പന്മാരും അധ്യക്ഷന്മാരും ഏകസ്ഥാനീയരാണ്. 2. ഫിലിപ്പി ലേഖനം മറ്റു ലേഖനങ്ങളുടെ അനുകരണമാണ്. അതുകൊണ്ട് ഈ ലേഖനത്തിന് മൗലികത്വമില്ല. ബാലിശമായ ഒരു വാദമാണിത്.
ഒരാൾ എഴുതുന്ന ലേഖനങ്ങളിൽ പ്രയോഗങ്ങൾ, ശൈലികൾ എന്നിവയുടെ ആവർത്തനം സഹജവും സ്വാഭാവികവുമാണ്. 3. യഹൂദ ക്രിസ്ത്യാനിത്വവും പുറജാതി ക്രിസ്ത്യാനിത്വവും തമ്മിൽ യോജിപ്പിക്കുവാനായി പൗലോസിൻ്റെ കാലശേഷം ആരോ എഴുതിയതാണ് ഈ ലേഖനം എന്നാണ് പറയുന്നത്. ഫിലിപ്പ് ലേഖനം 4:2 യുവോദ്യയെയും സുന്തുകയെയും ഈ രണ്ട് ക്രിസ്ത്യാനിത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ വാദം വിചിത്രമാണ്. യുവോദ്യയും സുന്തുകയും ഫിലിപ്പി സഭയിലെ 2 സ്ത്രീകളുടെ പേരാണ്. പൗലോസിനെ എതിർത്ത 2 ഗണങ്ങളുടെ നേതൃത്വം വഹിച്ചവരല്ലായിരുന്നു അവർ. പൗലോസിനോടൊപ്പം അവരിരുവരും സുവിശേഷ ഘോഷണത്തിൽ പോരാടിയവരുമാണ്. കാരാഗൃഹ ലേഖനങ്ങളിൽ ഒടുവിലത്തേതാണ് ഫിലിപ്പി ലേഖനമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പൗലോസിൻ്റെ 3 കാരാഗൃഹവാസം അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ഫിലിപ്പിയിൽ, അപ്പോസ്തല പ്രവൃത്തി 16:23 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. 2 കൈസരിയിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 23:31 മുതൽ 26:32 വരെയുള്ള വാക്യങ്ങൾ. 3 റോമിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 28:29-30 വാക്യങ്ങൾ. ഈ 3 കാരാഗൃഹവാസത്തിലൊന്നിൽ ഫിലിപ്പ്യ ലേഖനം എഴുതിയിരിക്കണം. എഫേസോസിലെ കാരാഗൃഹവാസത്തിൽ വെച്ച് ഇതെഴുതുവാൻ ഒരു സാധ്യതയും ഇല്ല. എന്നാൽ കൈസരിയിൽ വെച്ച് ഇത് എഴുതി എന്ന് വിശ്വസിക്കുന്നവരുടെ വാദഗതികൾ ദുർബലവുമാണ്. റോമിലെ കാരാഗൃഹവാസത്തിൻ്റെ ഒടുവിൽ ഈ ലേഖനം എഴുതി എന്നതിന് അനുകൂലമായ തെളിവുകൾ ഇനി പറയുന്നതാണ്. 1. അകമ്പടി പട്ടാളം. ഫിലിപ്പി ലേഖനം 1 വാക്യം. കൈസരിൻ്റെ അരമന 4 22 വാക്യം എന്നിവയുടെ സൂചനകൾ റോമൻ കാരാഗൃഹവാസത്തിൻ്റെ തെളിവുകളാണ്. 2. തൻ്റെ ജീവനെ സംബന്ധിക്കുന്ന ഈ പ്രശ്നത്തിൽ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് താൻ വിധി പ്രതീക്ഷിക്കുകയാണ്. ഈ വിധി അന്തിമമാണെന്ന ബോധം ഈ ലേഖനത്തിലുമുണ്ട്. 1 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, 2 17, 3 11 വാക്യം. ഈ വാക്യങ്ങളിൽ മുറ്റി നിൽക്കുന്ന വികാരങ്ങൾക്ക് റോമിലെ കാരാഗൃഹവാസത്തിലെ പ്രസക്തിയേയുള്ളൂ. ഒരു പ്രാദേശിക കോടതിയിലെ വിധിയാണ് പൗലോസ് പ്രതീക്ഷിച്ചതെങ്കിൽ ഈ ഉത്കണ്ഠയ്ക്ക് സ്ഥാനവുമില്ല. വിധി പ്രതികൂലമായാൽ തന്നെയും റോമാ പൗരനെന്ന നിലയിൽ പൗലോസിന് കൈസരെ അഭയം ചൊല്ലാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് ഈ ലേഖനം എഴുതുന്ന കാലത്ത് പൗലോസ് റോമിൽ കാരാഗൃഹവാസം അനുഭവിക്കുന്നു എന്നത് വ്യക്തമാണ്. 3. ഫിലിപ്പി ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള യാത്രകൾ ചെയ്യുന്നതിന് മതിയായ കാലദൈർഘ്യം റോമിലെ കാരാഗൃഹവാസത്തിൽ ഉണ്ട്. അത് 2 വർഷവുമായിരുന്നു. 4. മാർഷ്യൻ്റെ മുഖവുരയിൽ ഇപ്രകാരം ഒരു പ്രസ്താവനയുണ്ട്. അപ്പോസ്തോലൻ റോമിലെ കാരാഗൃഹത്തിൽ നിന്ന് എപ്പഫ്രാദിത്തോസ് മുഖേന അവരെ പ്രശംസിക്കുന്നു. ഇതൊരു പരോക്ഷമായ തെളിവുമാണ്. ഈ തെളിവുകളിൽ നിന്ന് ഫിലിപ്പി ലേഖനം റോമിലെ കാരാഗൃഹവാസത്തിൻ്റെ ഒടുവിൽ, അതായത് AD 63 എഴുതിയെന്ന് കരുതുകയാണ് ഏറ്റവും യുക്തം. ഈ ലേഖനത്തിൻ്റെ ഐക്യം, അതായത് പാഠചരിത്രത്തിൽ ഫിലിപ്പി ലേഖനം സമ്പൂർണമായ ഒന്നായി കരുതപ്പെട്ടിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ലേഖനത്തിൻ്റെ ഐക്യം വിവാദഗ്രസ്തമായി. സ്വരം, ശൈലി, ഉള്ളടക്കം എന്നിവയ്ക്ക് 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പൊടുന്നനവെ മാറ്റം വരുന്നതായി കാണാം. മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യഹൂദവാദികൾക്ക് നേരെയുള്ള ആക്രമണം ചില ഭാഗങ്ങളിൽ മുഴച്ചു നിൽക്കുന്നുമുണ്ട്. സൗമ്യമായ സംബോധനയിൽ നിന്ന് പെട്ടെന്ന് സ്വരം പരുഷമായി മാറുന്നു. നായി, ആകാത്ത വേലക്കാർ, വിച്ഛേദനക്കാർ എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. 3:2 മുതലുള്ള ചില വാക്യങ്ങൾ പ്രക്ഷിപ്തങ്ങളാണെന്ന് ഈ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ വാദിക്കുന്നു. എന്നാൽ ഈ പ്രക്ഷിപ്ത ഭാഗം എവിടെ അവസാനിക്കുന്നു എന്നതിനെക്കുറിച്ച് അഭിപ്രായ ഐക്യവുമില്ല. 3:19 4:1 4:3 കരുതുന്നവരുണ്ട്. ഒന്നിലധികം രേഖകൾ കൂടിച്ചേർന്നതാണ് ഫിലിപ്പി ലേഖനമെന്ന് കരുതുന്നവരുമുണ്ട്. ബെയറിൻ്റെ അഭിപ്രായത്തിൽ 3 രേഖകൾ കൂടിച്ചേർന്ന ഒരു സംയുക്ത രേഖയാണ് ഫിലിപ്പി ലേഖനം. 1. എപ്പഫ്രാദിത്തോസ് മുഖേന എത്തിച്ച സംഭാവനയ്ക്ക് ഫിലിപ്പ്യരോട് നന്ദി പറയുന്ന കത്ത്, 4:10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 2. ദുരുപദേശ ഖണ്ഡനം, 3:2 മുതൽ 4:1 വരെയുള്ള വാക്യങ്ങൾ. 3. പൗലോസ് എഴുതിയ ഒരു കത്ത്,
1 അധ്യായം 1 മുതൽ 3 അധ്യായത്തിൻ്റെ 1 വരെയുള്ള വാക്യങ്ങൾ. ഈ കത്ത് മറ്റേതോ സഭയ്ക്കു വേണ്ടി പൗലോസ് എഴുതിയതായിരിക്കണം. ഈ 3 രേഖകളും കൂടിക്കുഴഞ്ഞുവെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. പൗലോസ് അപ്പോസ്തലൻ ലേഖനം പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നപ്പോൾ 3:1 പ്രതിബദ്ധമായി എന്നും ഉടൻ സ്വരവും ശൈലിയും മാറിയെന്നുമാണ് ലൈറ്റ്ഫുട്ടിൻ്റെ നിഗമനം. ഈ വാദമനുസരിച്ച് 3:1 തുടക്കമാണ് ലേഖനത്തിൻ്റെ പ്രതീക്ഷിക്കപ്പെട്ട സമാപ്തി. എന്നാൽ ആ സമയത്ത് പ്രക്ഷുബ്ധമായ വാർത്തകൾ എത്തിയതുകൊണ്ട് അവയ്ക്കെതിരെ പരുഷമായ താക്കീത് പൗലോസ് അനന്തരഭാഗത്ത് നൽകി. തന്മൂലം ഈ ലേഖനത്തിൻ്റെ ഐക്യം നിസ്സംശയം അംഗീകരിക്കാവുന്നതുമാണ്. 2 അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെ ഈ ലേഖനത്തിൽ ഉൾപ്പെട്ടതല്ലെന്ന് സന്ദേഹിക്കുന്നവരുമുണ്ട്. പൗലോസിന് മുൻപോ പിൻപോ എഴുതപ്പെട്ടതാണിതെന്ന് അവർ കരുതുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 2ാം മിഷണറി യാത്രയിലാണ് ഫിലിപ്പിയ സഭ സ്ഥാപിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 16:9 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ത്രോവാസിൽ വെച്ചുണ്ടായ ദർശനമാണ് ഫിലിപ്പിയ നഗരം സന്ദർശിക്കുവാൻ പൗലോസിനെ പ്രേരിപ്പിച്ചത്. അവിടെ യഹൂദന്മാരുടെ പള്ളി ഉണ്ടായിരുന്നില്ല, അഥവാ സിനഗോഗ്. പുഴവക്കത്തു കൂടി വന്ന സ്ത്രീകളോട് പൗലോസ് സുവിശേഷം അറിയിച്ചു. തുയധൈരയിലെ രക്താംബരം വിൽപ്പനക്കാരിയായ ലുദിയ ക്രിസ്ത്യാനിയായി തീരുന്നു. അവളുടെ കുടുംബം സ്നാനമേൽക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 16:15. ഭൂതാവേശത്തിൽ ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭം വരുത്തിയിരുന്ന ഒരു ബാല്യക്കാരിയെ പൗലോസ് സൗഖ്യമാക്കുന്നു. തുടർന്ന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസും ശീലാസും അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. അതിനെ തുടർന്ന് കാരാഗൃഹ പ്രമാണിയും കുടുംബവും ക്രിസ്തുവിൽ വിശ്വസിച്ചു. പൗലോസ് പട്ടണം വിടുകയും ലൂക്കോസ് അവിടെ താമസിക്കുകയും ചെയ്തു. ഫിലിപ്പിയ സഭ പൗലോസിനോട് കൂറുപുലർത്തി. പൗലോസ് തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ അവർ 2 പ്രാവശ്യം സംഭാവന അയച്ചു കൊടുത്തു. ഫിലിപ്പി ലേഖനം 4 അധ്യായം 15-16 വാക്യങ്ങൾ. പൗലോസ് കുരിന്തിലായിരുന്നപ്പോഴും അവർ ഔദാര്യ ദാനം അയക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 18:5, 2 കൊരിന്ത്യർ 11:8-9 വാക്യങ്ങൾ. സർവപ്രകാരേണയും പൗലോസിനെ അനുസരിക്കുകയും സഹായിക്കുകയും ചെയ്ത സഭയാണ് ഫിലിപ്പിയ സഭ. എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ എന്നൊക്കെയാണ് പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളെ സംബോധന ചെയ്യുന്നത്. 4:1 ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധരും അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരുമാണ് ഈ ലേഖനത്തിൻ്റെ അനുവാചകർ. ഫിലിപ്പി ലേഖനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എപ്പഫ്രാദിത്തോസിൻ്റെ കൈവശം കൊടുത്തയച്ച ദാനത്തിന് നന്ദി പറയുകയാണ്. 4 അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അന്നത്തെ ചുറ്റുപാടുകളിൽ ഉറപ്പുള്ളവരും താഴ്മയുള്ളവരുമായി സുവിശേഷത്തിന് യോഗ്യമായി നടക്കുവാനും ഏകമനസ്സോടിരിക്കുവാനും അവരെ ഉപദേശിക്കേണ്ടിയിരുന്നു. തൻ്റെ ബന്ധനത്തിലൂടെ വെളിപ്പെട്ട ദൈവിക നിർണയത്തിൻ്റെ വിജയം സഭയെ അറിയിക്കുക. 1 അധ്യായം 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. എപ്പഫ്രാദിത്തോസ് തന്നെ ഏൽപ്പിച്ച കർത്തവ്യം വിശ്വസ്തയോടെ നിർവഹിച്ചു എന്ന് വ്യക്തമാക്കുക. അവനെ ഹൃദ്യമായി സ്വീകരിക്കുവാൻ അവരെ ഓർമ്മിപ്പിക്കുക എന്നീ ഉദ്ദേശങ്ങളും ഫിലിപ്പിയ ലേഖന രചനയ്ക്ക് പിന്നിലുണ്ട്. 5 സവിശേഷതകൾ ഈ ലേഖനത്തിനുണ്ട്. 1. ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളോട് പൗലോസിനുള്ള അടുപ്പം വ്യക്തമാക്കുന്നതും പൗലോസിന് അവരോടുള്ള സ്നേഹാതിരേകവും വാത്സല്യവും നിറഞ്ഞു തുളുമ്പുന്നതുമായ വൈയക്തിക ലേഖനമാണിത്. ഫിലിപ്പിയരെ 6 പ്രാവശ്യം സഹോദരന്മാരെന്നും 3 പ്രാവശ്യം പ്രിയരെന്നും പൗലോസ് വിളിക്കുന്നുണ്ട്. 1:12, 3:1, 12, 17, 4 അധ്യായത്തിൻ്റെ 1, 8 ഈ വാക്യങ്ങളിലെല്ലാം അത് നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. 2. ക്രിസ്തു കേന്ദ്രീകൃത ലേഖനമാണ് ഫിലിപ്പി ലേഖനം. പൗലോസിന് ക്രിസ്തുവുമായുള്ള അഭേദ്യമായ ബന്ധം ഇതിൽ പ്രതിഫലിക്കുന്നു. തൻ്റെ ജീവിത ലക്ഷ്യമായി പൗലോസ് ഇത് പറയുന്നു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. 1:21 ക്രിസ്തുവിൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. 3:7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുശാസ്ത്രപരമായ ഒരു പ്രഗാഢ പ്രസ്താവന ഈ ലേഖനത്തിലുണ്ട്. അതിൽ ക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യം, ജഡധാരണം, താഴ്ച, ക്രൂശുമരണം, ഉയർച്ച എന്നിവ വ്യക്തമായി അവതരിപ്പിച്ചിരിക്കുന്നു.
2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സന്തോഷത്തിന് ഉത്കൃഷ്ട സ്ഥാനം നൽകിയിട്ടുമുണ്ട് ഈ ലേഖനത്തിൽ. സന്തോഷം, സന്തോഷിക്കുക എന്നീ പദങ്ങൾ ഈ ചെറിയ ലേഖനത്തിൽ 16 സ്ഥാനങ്ങളിലുണ്ട്. 1-3, 18, 25, 2-2, 17, 18, 28, 29, 3-1, 4-1, 4, 10. ഈ വാക്യങ്ങളിലെല്ലാം സന്തോഷം, സന്തോഷിക്കുക എന്നീ പദങ്ങൾ നമ്മൾ കാണുന്നു. 4, സുവിശേഷത്തിന് പ്രാമുഖ്യം നൽകിയിരിക്കുന്നു. സുവിശേഷ ഘോഷണത്തിലെ കൂട്ടായ്മ 1-5, സുവിശേഷത്തിൻ്റെ പ്രതിവാദം 1-ാം അധ്യായം 7-17 വാക്യങ്ങൾ, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി 1-12, സുവിശേഷത്തിൻ്റെ വിശ്വാസം 1-27, സുവിശേഷത്തിന് യോഗ്യമായ നടപ്പ് 1-27, സുവിശേഷ ഘോഷണത്തിലെ സേവ 2-22, സുവിശേഷ ഘോഷണത്തിലെ പോരാട്ടം 4-3, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭം 4-15 എന്നിവ ഈ ലേഖനത്തിലുണ്ട്. 5, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉന്നതമായ മാനദണ്ഡം ഈ ലേഖനത്തിൽ കാണാം. ഒരു ദാസനെ പോലെ താഴ്മയിൽ ജീവിക്കുക 2-1-8 വരെയുള്ള വാക്യങ്ങൾ, പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക 4-4, വിചാരപ്പെടാതിരിക്കുക 4-6, ഏതവസ്ഥയിലും സംതൃപ്തനായിരിക്കുക 4-11 വാക്യം. ഈ ലേഖനം അതിൻ്റെ ഒരു രൂപരേഖ പല വിധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അഭിവാദനവും സ്തോത്രാർപ്പണവും, 1-12 മുതൽ 20 വരെ സുവിശേഷത്തിൻ്റെ വ്യാപനം, 1-21 മുതൽ 30 വരെ ലോകത്തിലായിരിക്കുകയും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ മാതൃക, താഴ്ചയും മഹുദ്ധീകരണവും. 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതം. 2-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ തിമോത്തിയോസിനെയും എപ്പഫ്രാദിത്തോസിനെയും അയക്കുന്ന കാര്യം എന്താണെന്ന് വ്യക്തമാക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വ്യാജ ഉപദേഷ്ടാക്കന്മാരെ സൂക്ഷിപ്പീൻ. 3-4 മുതൽ 14 വരെ പൗലോസ് വിശ്വാസം ഏറ്റുപറയുന്നു. 3-15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസിയുടെ സ്വർഗീയ പ്രത്യാശ. 4-1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ നിലനിൽക്കുക. 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലിലുള്ള പൗലോസിൻ്റെ ദൃഢമായ വിശ്വാസം, ഫിലിപ്പിയർ നൽകിയ ഔദാര്യദാനം. 4-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അന്തിമാഭിവാദനം. ഇനി നമുക്ക് ഫിലിപ്പ് ലേഖനത്തിൻ്റെ വിവിധ നിലകളിലുള്ള ഔട്ട്ലൈൻസ്, രൂപരേഖകളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അത് നമ്മളുടെ മുന്നോട്ടുള്ള പഠനത്തിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മുഖാന്തരമായിരിക്കും, യാതൊരു സംശയവുമില്ല. അധ്യായം 1, ദ സിംഗിൾ മൈൻഡ്. ഒരു ഏകാഗ്ര മനസ്സ് ഒരു ദൈവഭക്തന്, ഒരു ദൈവവിശ്വാസിക്ക് ഏറ്റവും അത്യാവശ്യമാണെന്ന് 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ ദ സബ്മിസീവ് മൈൻഡ്, താഴ്മയുള്ള ഒരു മനസ്സ്. 3-ാം അധ്യായത്തിൽ ദ സ്പിരിച്വൽ മൈൻഡ്, ഒരു ആത്മീക മനസ്സ്. 4-ാം അധ്യായം ദ സെക്യൂർ മൈൻഡ്, ഒരു സുരക്ഷിതമായ ഒരു മനസ്സ്. ഒരു വിശ്വാസിയുടെ മനസ്സിൻ്റെ 4 അവസ്ഥകളാണ്: ദ സിംഗിൾ മൈൻഡ്, ദ സബ്മിസീവ് മൈൻഡ്, ദ സ്പിരിച്വൽ മൈൻഡ്, ദ സെക്യൂർ മൈൻഡ്. ഇതേ അധ്യായം തന്നെ മറ്റൊരു നിലയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതും മനസ്സിൻ്റെ 4 അവസ്ഥകളാണ്. 1-ാം അധ്യായം ദ ഹാപ്പി മൈൻഡ്, 2-ാം അധ്യായം ദ ഹംബിൾ മൈൻഡ്, 3-ാം അധ്യായം ദ ഹെവൻലി മൈൻഡ്, 4-ാം അധ്യായം ദ ഹോളി മൈൻഡ്. ഇനി ഓരോ അധ്യായങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 1-ാം അധ്യായം ദ സിംഗിൾ മൈൻഡ്, ഏക മനസ്സ്, ഏകാഗ്രമായ ഒരു മനസ്സ്. ആ അധ്യായത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദ ഫെലോഷിപ്പ് ഓഫ് ദി ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ
കൂട്ടായ്മ, സുവിശേഷ ഘോഷണത്തിലുള്ള കൂട്ടായ്മ. 1 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ദ ഫർദറൻസ് ഓഫ് ദി ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ വ്യാപ്തി. 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ദ ഫെയ്ത്ത് ഓഫ് ദി ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ വിശ്വാസം. ദ ഫെലോഷിപ്പ്, ദ ഫർദറൻസ്, ദ ഫെയ്ത്ത്. ഇത് മൂന്നും സുവിശേഷത്തോടുള്ള ബന്ധത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായിരിക്കുന്ന നമ്മൾക്ക് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് 1 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നത്. 2 അധ്യായം ദ സബ്മിസീവ് മൈൻഡ്, ദ ഹംബിൾ മൈൻഡ്. ഈ അധ്യായത്തിൽ 4 കാര്യങ്ങൾ, 4 ഉദാഹരണങ്ങൾ അപ്പോസ്തലനായ പൗലോസ് അതിനുവേണ്ടി കൊണ്ടുവരികയാണ്. ഒരു താഴ്മയുള്ള സബ്മിസീവായിട്ടുള്ള ഹംബിൾ മൈൻഡിന് വേണ്ടി ചില ഉദാഹരണങ്ങൾ പൗലോസ് കൊണ്ടുവരുന്നു. 1-ാമത്തെ ഉദാഹരണം ദ എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. 2 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദ കെനോസിസ് തിയറി, യേശുക്രിസ്തു സ്വയം താഴ്ച അനുഭവിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുകയാണ്. പിന്നെ അല്പം കൂടെ ഞാനത് വിശദീകരിക്കുന്നതായിരിക്കും. 2-ാമത്തെ ഭാഗം ദ എക്സാമ്പിൾ ഓഫ് പോൾ ഹിംസെൽഫ്. 2 അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസിൻ്റെ തന്നെ ജീവിതം അവിടെ പറയുകയാണ്. നിങ്ങളുടെ വിശ്വാസമെന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ദൈവമക്കൾക്ക് വേണ്ടി താൻ മുഖാന്തരം കർത്താവിൽ വിശ്വസിക്കുവാൻ ഇടയായ ദൈവമക്കൾക്കു വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എത്രമാത്രം താഴ്മയുള്ളവനായി തീരുവാൻ താൻ മനസ്സുള്ളവനാണ് എന്ന് ആ വാക്കുകൾ വിശദമാക്കുകയാണ്. 3-ാമത്തെ ഉദാഹരണം ദ എക്സാമ്പിൾ ഓഫ് തിമോത്തിയോസിനെ ഒരു ഉദാഹരണമായിട്ട് കൊണ്ടുവരികയാണ്. 2 അധ്യായത്തിൻ്റെ 19 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ. പൗലോസ് പറയുന്നു, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നതുപോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. റോമാലേഖനം 5:3 ഈ സിദ്ധത എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നുണ്ട്. സിദ്ധത എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, അതവൻ്റെ സ്വഭാവമാണ്, അതവൻ്റെ ജീവിതമാണ്. 3-ാമത്തെ ഉദാഹരണമാണ് തിമോത്തിയോസ്. 1-ാമത്തേത് ക്രിസ്തു, 2-ാമത്തേത് അപ്പോസ്തലനായ പൗലോസ്, 3-ാമത്തേത് തിമോത്തിയോസ്. 4-ാമത്തെ ഉദാഹരണം ദ എക്സാമ്പിൾ ഓഫ് എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് 2 അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുകയാണ്. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ, അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു. അവൻ നിങ്ങളെല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരിക്കുന്നു. ദൈവമക്കൾക്ക് വേണ്ടി അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായിരിക്കുന്ന നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥ ഏത് നിലയിൽ കൊണ്ടുവരണം എന്നുള്ളത് 2 അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുകയാണ്. ഇനി നമുക്ക് 3 അധ്യായത്തിലേക്ക് വരാം. ദ സ്പിരിച്വൽ മൈൻഡ്, ദ ഹെവൻലി മൈൻഡ്, ആത്മീക മനസ്സ്. ആ അധ്യായത്തിലും അപ്പോസ്തലനായ പൗലോസ് 3 കാര്യങ്ങൾ വ്യത്യസ്ത നിലകളിൽ താനത് പറയുന്നു. നോക്കിക്കേ, 3 അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ പോൾസ് പാസ്റ്റ്, പൗലോസിൻ്റെ കഴിഞ്ഞകാല അനുഭവം.
മൂന്നാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെ പോൾസ് പ്രസൻറ്റ്, അപ്പോസ്തലനായ പൗലോസിൻ്റെ വർത്തമാനകാല ജീവിതം. മൂന്നാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പോൾസ് ഫ്യൂച്ചർ, തൻ്റെ ഭാവിയെക്കുറിച്ച് പറയുകയാണ്. പൗലോസിൻ്റെ കഴിഞ്ഞകാലം, വർത്തമാനകാലം, ഭാവികാലം. മൂന്നാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ, 12 മുതൽ 16 വരെ, 17 മുതൽ 21 വരെ. 1 മുതൽ 11 വരെ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്. ഈസ് എൻ അക്കൗണ്ടൻറ്റ്, താൻ ചില കണക്കുകൂട്ടലുകൾ ചെയ്യുകയാണ്. 12 മുതൽ 16 വരെ ഈസ് എൻ അത്ലറ്റ്, താനൊരു കായികാഭ്യാസിയാണ്. 17 മുതൽ 21 വരെ ദ ഏലിയൻ, താന് ഒരു പരദേശിയാണ്. മൂന്നാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ പൗലോസ് പറയുന്നു, ഐ കൗണ്ട്, ഞാൻ എണ്ണുന്നു. 12 മുതൽ 16 വരെ ഐ പ്രസ്, ഞാൻ ആയുന്നു. 17 മുതൽ 21 വരെ ഐ ലുക്ക്, ഞാൻ നോക്കുന്നു. മൂന്നാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ ന്യൂ വാല്യൂസ്, പുതിയ മൂല്യങ്ങൾ. 12 മുതൽ 16 വരെ ന്യൂ വിഗർ, പുതിയ ശൈലി. 17 മുതൽ 21 വരെ ദ ന്യൂ വിഷൻ, പുതിയ ദർശനം. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ മനസ്സിൻ്റെ ആത്മീക അവസ്ഥ ഏതെല്ലാം നിലകളിൽ പാകപ്പെടുത്തിയെടുക്കണമെന്ന് ഈ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുകയാണ്. 4-ാം അധ്യായം ദ സെക്യൂർ മൈൻഡ്, ഒരു സുരക്ഷിതമായ, ഒരു ഉറപ്പുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ ദ ഹോളി മൈൻഡ്. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട 3 കാര്യങ്ങൾ 3 ഭാഗങ്ങളായിട്ട് 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെ 1-ാമത്തെ ഭാഗം ഗാഡ്സ് പീസ്, ദൈവ സമാധാനം. 4-ാം അധ്യായം 10 മുതൽ 13 വരെ 2-ാമത്തെ ഭാഗം ഗാഡ്സ് പവർ, ദൈവ ശക്തി. 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 23 വരെ അതിൻ്റെ 3-ാമത്തെ ഭാഗം ഗാഡ്സ് പ്രൊവിഷൻ, ദൈവിക കരുതൽ. ഈ 3 കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സ് സെക്യൂറായിരിക്കും, സുരക്ഷിതമായിരിക്കും, ദൈവസന്നിധിയിൽ അത് ഉറപ്പുള്ളതായിരിക്കും. എന്തൊക്കെയാണത്? 1 ഗോഡ്സ് പീസ്, 2 ഗോഡ്സ് പവർ, 3 ഗോഡ്സ് പ്രൊവിഷൻ, ദൈവസമാധാനം, ദൈവശക്തി, ദൈവിക കരുതൽ. അധ്യായം 1 ദ ലൈഫ്, അധ്യായം 2 ദ എക്സാമ്പിൾ, അധ്യായം 3 ദ ഒബ്ജക്റ്റ്, അധ്യായം 4 ദ സാറ്റിസ്ഫാക്ഷൻ. 1-ാം അധ്യായം ജീവൻ, 2-ാം അധ്യായം ഉദാഹരണങ്ങൾ, മാതൃകകൾ, 3-ാം അധ്യായം ലക്ഷ്യം, 4-ാം അധ്യായം സംതൃപ്തി. 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ജീവനെക്കുറിച്ച് പറയുന്നു. 2-ാം അധ്യായത്തിൽ മാതൃകയെക്കുറിച്ച് പറയുന്നു. 3-ാം അധ്യായം നേട്ടത്തെക്കുറിച്ച് പറയുന്നു. 4-ാം അധ്യായം ശക്തിയെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. 1-ാം അധ്യായം ദ മെസ്സേജ് ഓഫ് അവർ മിനിസ്ട്രി ഈസ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്, നമ്മളുടെ ശുശ്രൂഷയുടെ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമായിരിക്കണം. 2-ാം അധ്യായത്തിൽ ദ മോഡൽ ഓഫ് അവർ മിനിസ്ട്രി ഈസ് ദ എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ്, നമ്മളുടെ ശുശ്രൂഷയുടെ മാതൃകയെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ മാതൃകയായിരിക്കണം. അധ്യായം 3 ദ മോട്ടീവ് ഓഫ് അവർ മിനിസ്ട്രി ഈസ് ദ റിവാർഡ് ഓഫ് ക്രൈസ്റ്റ്, നമ്മളുടെ ശുശ്രൂഷയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവ് തരുന്ന പ്രതിഫലമായിരിക്കണം. അത് കർത്താവിനെ പൂർണ്ണമായിട്ടും നമ്മൾക്ക് നേടുന്നതിന് വേണ്ടിയായിരിക്കണം. 4-ാം അധ്യായം ദ മീൻസ് ഓഫ് അവർ മിനിസ്ട്രി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ക്രൈസ്റ്റ്, നമ്മുടെ ശുശ്രൂഷയുടെ
എല്ലാ മുഖാന്തരങ്ങളും അത് ക്രിസ്തുവിൻ്റെ കരുതലായിരിക്കണം, ക്രിസ്തുവിൻ്റെ ദാനമായിരിക്കണം. ഒരിക്കലും നമ്മളത് മറക്കരുത്. ക്രിസ്തുവും തൻ്റെ ജനവും. 1-ാം അധ്യായത്തിൽ ക്രൈസ്റ്റ് അവർ പാഷൻ, 2-ാം അധ്യായം ക്രൈസ്റ്റ് അവർ പാറ്റേൺ, 3-ാം അധ്യായം ക്രൈസ്റ്റ് അവർ പ്രൈസ്, 4-ാം അധ്യായം ക്രൈസ്റ്റ് അവർ പവർ. 1-ാം അധ്യായം ക്രിസ്തു നമ്മുടെ അഭിനിവേശമായിരിക്കണം, ക്രിസ്തു നമ്മുടെ മാതൃകയും വിധീതിയുമായിരിക്കണം. 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ ക്രിസ്തു നമ്മുടെ വിരുദായിരിക്കണം, 4-ാം അധ്യായത്തിൽ ക്രിസ്തു നമ്മുടെ ശക്തിയായിരിക്കണം. 1-ാം അധ്യായത്തിൻ്റെ 1-21 വാക്യങ്ങൾ ലിവിങ് ഫോർ ക്രൈസ്റ്റ്. 1-ാം അധ്യായത്തിൻ്റെ 18-27 വാക്യങ്ങൾ ക്രിസ്ത്യൻ ടെസ്റ്റിമണി. 1-21 ക്രിസ്തുവിന് വേണ്ടി എങ്ങനെ നമുക്ക് ജീവിക്കാം, നമ്മളുടെ ജീവൻ എങ്ങനെയുള്ളതായിരിക്കണം. 18-27 വാക്യങ്ങൾ ഒരു ക്രിസ്തീയ സാക്ഷ്യം. 2-ാം അധ്യായം ക്രിസ്തു നമ്മുടെ രീതിയും മാതൃകയുമാണെങ്കിൽ ആ അധ്യായത്തിൽ എങ്ങനെ കർത്താവിന് വേണ്ടി അധ്വാനിക്കണം, ലേബറിംഗ് ഫോർ ക്രൈസ്റ്റ്. അതുമാത്രവുമല്ല, ക്രിസ്ത്യൻ ടെമ്പറമെൻറ്റ്, ഒരു ക്രിസ്ത്യാനിയുടെ സ്വഭാവ സവിശേഷതകൾ അത് എങ്ങനെയായിരിക്കണം. 5-16 വാക്യങ്ങൾ. 3-ാം അധ്യായത്തിൽ ക്രിസ്തു നമ്മുടെ വിരുദാണെങ്കിൽ, നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ, ലുക്കിംഗ് ഫോർ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമിടുക, ക്രിസ്തുവിനെ മാത്രം മുന്നിൽ കാണുക. 3-ാം അധ്യായത്തിൻ്റെ 8-14-21 വാക്യങ്ങൾ ക്രിസ്ത്യൻസ് ട്രഷർ, നമ്മളുടെ ലക്ഷ്യം, നമ്മളുടെ സമ്പാദ്യം, നമ്മുടെ എല്ലാം അത് ക്രിസ്തുവായിരിക്കണം. 4-ാം അധ്യായം ക്രിസ്തു നമ്മുടെ ശക്തിയാണെങ്കിൽ, ലേണിംഗ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനെ നേടുക. 4-ാം അധ്യായത്തിൻ്റെ 4, 12, 13 വാക്യങ്ങൾ ക്രിസ്ത്യൻസ് ട്രയംഫ്, ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു ദൈവപൈതലിൻ്റെ ജീവിത വിജയത്തെക്കുറിച്ച് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഈ ലേഖനത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഹൗ ടു ഇൻക്രീസ് യുവർ ജോയ്. സന്തോഷിക്കണം, സന്തോഷിപ്പിൻ എന്നുള്ളതാണല്ലോ ഈ ലേഖനത്തിലെ ഏറ്റവും പ്രതിപാദ്യമായിട്ടുള്ള വിഷയം. എന്നാൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെ നിങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെ പൗലോസ് പറയുകയാണ്, ഐ ഹാവ് യു ഇൻ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ നിങ്ങൾ ഉണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഐ ഹാവ് യു ഇൻ മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഐ ഹാവ് യു ഇൻ മൈ പ്രേയേഴ്സ്, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എപ്പോഴും നിങ്ങളെ ഞാൻ ഓർക്കുന്നു, സന്തോഷത്തോടെ ഓർക്കുന്നു, സ്തോത്രത്തോടെ ഞാൻ നിങ്ങളെ ഓർക്കുന്നു. ഇതിലപ്പുറം എന്താണ് നമുക്ക് സന്തോഷിക്കാൻ വേണ്ടത്? നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഭയിലെ ദൈവദാസന്മാർ, അനേക ദൈവമക്കൾ നമുക്ക് വേണ്ടിയുണ്ട്. പൗലോസ് പറയുന്നു, ഫിലിപ്പിനെക്കുറിച്ച് പറയുകയാണ്, ഐ ഹാവ് യു ഇൻ മൈ മൈൻഡ്, ഐ ഹാവ് യു ഇൻ മൈ ഹാർട്ട്, ഐ ഹാവ് യു ഇൻ മൈ പ്രേയേഴ്സ്. എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ പ്രാർത്ഥനയിലും നിങ്ങളുണ്ട്, ഞാൻ നിങ്ങളെപ്പോഴും ഓർക്കുന്നു, ഞാൻ നിങ്ങളെ വഹിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇനിയും കർത്താവിന് വേണ്ടി അനേകരെ ആവശ്യമുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് അനേകരെ ആവശ്യമുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെ പൗലോസ് പറയുകയാണ്, മൈ ചെയിൻസ്, എൻ്റെ ബന്ധനങ്ങൾ. പൗലോസ് എന്തിന് ബന്ധനസ്ഥനായി തീർന്നു? എന്തുകൊണ്ട് താൻ ചങ്ങല ധരിക്കുന്നു? ആ ചങ്ങല ധരിക്കുന്നത് കൊണ്ടുള്ള
നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രതിഫലനങ്ങൾ? 15-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ പോൾസ് ക്രിട്ടിക്സ് പൗലോസിനെ എങ്ങനെയാണ് നിഷേധാത്മകമായി മറ്റു പലരും തന്നെ കാണുന്നത്, തന്നെ ചിത്രീകരിക്കുന്നത്. 3-ാമത്തെ ഭാഗം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പോൾസ് ക്രൈസിസ്, അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലെ ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങളും കാലഘട്ടങ്ങളും തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളും താൻ വിശദീകരിക്കുകയാണ്. അതിൻ്റെ ഈ നടുവിൽ ചിലരെ കർത്താവിങ്കിലേക്ക് നേടുവാനും ചിലരെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും അപ്പോസ്തലനായ പൗലോസ് എത്രമാത്രം ബുദ്ധിമുട്ടുന്നു എന്ന് അതിൻ്റെ നടുവിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ ഭൂമിയിലെ ജീവിതം കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമെന്ന് പറയുന്നത് അതൊരു യുദ്ധക്കളം തന്നെയാണ്. അവിടെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? 3 കാര്യങ്ങൾ. 1, കൺസിസ്റ്റൻസി, 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം പ്രാരംഭ ഭാഗം. 2, കോപ്പറേഷൻ, 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. 3, കോൺഫിഡൻസ്, 1-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഒരു ഉറപ്പാവശ്യമാണ്, നമുക്ക് സഹകരണം ആവശ്യമാണ്, നമുക്ക് ധൈര്യം വളരെ അത്യാവശ്യമാണ്. പ്രത്യാശയുടെ ധൈര്യവും ക്രിസ്തുവിൽ അന്യോന്യം പുറത്തുകൊണ്ടുള്ള സ്നേഹിച്ചുകൊണ്ടുള്ള സഹകരണവും, പ്രത്യാശയിലും വചനത്തിലും ക്രിസ്തുവിലും ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാനും നിലനിൽക്കുവാനും പോരാടുവാനും നമുക്കിടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മഹത്തായ മാതൃകകൾ അപ്പോസ്തലനായ പൗലോസ് നിരത്തി വയ്ക്കുകയാണ്. 2-5 മുതൽ 6 വരെ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ്. ഹി തിങ്സ് ഓഫ് അതേഴ്സ്. അതുകൊണ്ടാണ് താൻ സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് താൻ വന്നത്. ഹി സെർവ്സ്, അവൻ നമ്മൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി അന്നും ഇന്നും എന്നും ആയിരിക്കുന്നു. 2:8 ഹി സാക്രിഫൈസസ്, അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നു. ഹി ഗ്ലോറിഫൈസ് ഗാഡ്, 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത് തന്നെ ആയിരിക്കണമല്ലോ നമ്മളുടെയും മാതൃക. 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദ ഇൻസ് ആൻഡ് ഔട്ട്സ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആന്തരികവും ബാഹികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോസ്തലനായ പൗലോസ് തുറന്നു പറയുകയാണ്. അതിൽ 3 കാര്യങ്ങൾ പൗലോസ് പറയുന്നു. 1-ാമത്തെ ഭാഗം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യവും 14, 15 വാക്യങ്ങളും ദർ ഇസ് എ പർപ്പസ് ടു അച്ചീവ്, നമുക്ക് നേടാൻ ഒരു ലക്ഷ്യമുണ്ട്. 2, ദർ ഇസ് എ പവർ ടു റിസീവ്, 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, നമുക്ക് ഒരു ശക്തി നമ്മൾ ആർജിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ്? 3 കാര്യങ്ങൾ. ദ വേർഡ് ഓഫ് ഗാഡ്, പ്രെയർ, സഫറിങ്. ഇത് 3ഉം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് മുന്നോട്ട് കുതിക്കുവാനുള്ള ആർജവത്വം നൽകുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? 1 ദൈവവചനം, 2 പ്രാർത്ഥന, 3 കഷ്ടത. 3-ാമത്തെ പോയിന്റ്, ദർ ഇസ് എ പ്രോമിസ് ടു ബിലീവ്, 2-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ. വിശ്വസിക്കുവാൻ നമുക്ക് വാഗ്ദത്തങ്ങളുണ്ട്. ദർ ഇസ് എ പർപ്പസ് ടു അച്ചീവ്, ദർ ഇസ് എ പവർ ടു റിസീവ്, ദർ ഇസ് എ പ്രോമിസ് ടു ബിലീവ്. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ടോട്ടൽ ഇൻ ആൻഡ് ഔട്ട്സ്. 2-ാം അധ്യായം 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ എ പ്രൈസ്ലെസ് പെയർ,
വിലമതിക്കാനാവാത്ത ജോഡികൾ ആരൊക്കെയാണ്? ഒന്ന്, അപ്പോസ്തലനായ പൗലോസും തിമോത്തിയോസും. രണ്ട്, അപ്പോസ്തലനായ പൗലോസും എപ്പഫ്രാദിത്തോസും. അതുമാത്രവുമല്ല, അവർ തമ്മിലും ജോഡികളായിരുന്നു, തിമോത്തിയോസും എപ്പഫ്രാദിത്തോസും. 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ തിമോത്തിയോസിനെ കുറിച്ച് പറയുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്? 3 കാര്യങ്ങൾ. ഹി ഹാഡ് എ സെർവൻ്റ് മൈൻഡ്. അവനൊരു ദാസൻ്റെ മനസ്സുണ്ടായിരുന്നു. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഹി ഹാഡ് എ സെർവൻസ് ട്രെയിനിങ്. 22-ാമത്തെ വാക്യത്തിൽ തനിക്ക് ആ നിലയിൽ ഒരു ദാസൻ്റെ ശുശ്രൂഷ, ഒരു പരിശീലനം തനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 3, ഹി ഹാഡ് എ സെർവൻസ് റിവാർഡ്. 23ഉം 24ഉം വാക്യങ്ങൾ. ഒരു ദാസൻ്റെ പ്രതിഫലം തനിക്ക് ലഭിക്കുവാനും ഇടയായി തീർന്നു. 2-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹത്തെക്കുറിച്ചും 3 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. 25-ാമത്തെ വാക്യത്തിൽ ഹി വാസ് എ ബാലൻസ്ഡ് ക്രിസ്ത്യൻ. 2, ഹി വാസ് എ ബേർഡൻഡ് ക്രിസ്ത്യൻ. 26 മുതൽ 27 വരെയും 30-ാമത്തെ വാക്യവും. 3, ഹി വാസ് എ ബ്ലെസ്സഡ് ക്രിസ്ത്യൻ. 28ഉം 29ഉം 30ഉം വാക്യങ്ങൾ. ഒന്നാമത്തേത്, താൻ കേവലം ഒരു പൊത്തോരുത്ത ക്രിസ്ത്യാനിയല്ലായിരുന്നു. താൻ എല്ലാം കൊണ്ടും ദൈവസന്നിധിയിൽ തികഞ്ഞവനായിരിക്കുന്ന, അതല്ലെങ്കിൽ ആർക്കും ഭാരമായി തീരാതെ ദൈവത്തിനും ദൈവമക്കൾക്കും, വിശേഷാൽ അപ്പോസ്തലനായ പൗലോസിനും ഏറ്റവും സഹായകനായി തീർന്ന ഒരു ദൈവദാസൻ. ഹി വാസ് എ ബേർഡൻഡ് ക്രിസ്ത്യൻ. താൻ മറ്റുള്ളവരുടെ ഭാരം ചുമക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. 3, ഹി വാസ് എ ബ്ലെസ്സഡ് ക്രിസ്ത്യൻ. താൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് മറ്റൊരു വിഷയം അവതരിപ്പിക്കുകയാണ്. ലേണിംഗ് ഹൗ ടു കൗണ്ട്. നാം എണ്ണണം. അതെങ്ങനെയാണ്? അതിൽ 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് പൗലോസ് പറയുന്നു. 1, വർക്ക്സ് ഓഫ് റൈച്ചസ്നെസ്. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 2-ാമത്തെ ഭാഗം ഫെയ്ത്ത് റൈച്ചസ്നെസ്, വിശ്വാസവും നീതിയും. 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 1-ാമത്തെ ഭാഗം വർക്ക്സ് റൈച്ചസ്നെസ്, പ്രവൃത്തി ഏത് നിലയിൽ നീതീകരിക്കപ്പെടുന്നു. അതിൽ 2 ഭാഗങ്ങൾ. 1 മുതൽ 3 വരെ ദ എക്സോട്ടേഷൻ, 4 മുതൽ 6 വരെ ദ എക്സാമ്പിൾ. 1 മുതൽ 3 വരെ എക്സോട്ടേഷൻ, അതിൽ 3 കാര്യങ്ങൾ. ഹി വർഷിപ്പ് ഗാഡ് ഇൻ ദ സ്പിരിറ്റ്. താൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. 2, ഹി ബോസ്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. താൻ ക്രിസ്തുവിൽ താൻ പുകഴുകയാണ്. 3, ഹി ഹാസ് നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്. തനിക്ക് ജഡത്തിൽ ആശ്രയിക്കാൻ ഒന്നുമില്ല. 2-ാമത്തെ ഭാഗം ദ എക്സാമ്പിൾ, 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 3 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. പോൾസ് റിലേഷൻഷിപ്പ് ടു ദ നേഷൻ. 2, പോൾസ് റിലേഷൻഷിപ്പ് ടു ദ ലോ. 3, പോൾസ് റിലേഷൻഷിപ്പ് ടു ഇസ്രായേൽസ് എനിമീസ്. അപ്പോസ്തലനായ പൗലോസിന് ഈ ലോകത്തോടുള്ള തൻ്റെ ബന്ധം. 2, അപ്പോസ്തലനായ പൗലോസിന് ന്യായപ്രമാണത്തോടുള്ള തൻ്റെ ബന്ധം. 3, ഇസ്രായേലിൻ്റെ ശത്രുക്കളോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ബന്ധം. 2-ാമത്തെ ഭാഗം വിശദീകരിക്കുന്നത് ഫെയ്ത്ത്സ് റൈച്ചസ്നെസ്, വിശ്വാസത്തിൻ്റെ നീതി. 3-ാം അധ്യായം 7 മുതൽ
11 വരെയുള്ള വാക്യങ്ങളിൽ അതിൽ അപ്പോസ്തലനായ പൗലോസ് 2 കാര്യങ്ങൾ പറയുന്നു. പോൾസ് ലോസസ്, 7-ാമത്തെ വാക്യം, പൗലോസിന് എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടമായി. 2-ാമത്തെ ഭാഗം പോൾസ് ഗെയിൻസ്, 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, തനിക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയാണ് തനിക്ക് നേടുവാൻ കഴിഞ്ഞത്. 3 കാര്യങ്ങൾ: ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്, 2 ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ്, 3 ദ ഫെലോഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. 3 കാര്യങ്ങൾ തനിക്ക് ലഭിച്ചു. 1 ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം, 2 ക്രിസ്തുവിൻ്റെ നീതി, 3 ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ. 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ലെറ്റ്സ് വിൻ ദ റേസ്, നമുക്ക് ആ ഓട്ടം ഓടി നമുക്ക് തികയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് വിജയിക്കാം. ഏതാണ്ട് 5 കാര്യങ്ങൾ ആ ഭാഗത്ത് പൗലോസ് വിശദീകരിക്കുകയാണ്. 1, 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ. 2-ാമത്തേത് ഡിവോഷൻ, 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. 3 ഡിറക്ഷൻ, 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. 4 ഡിറ്റർമിനേഷൻ, 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. 5-ാമത്തേത് ഡിസിപ്ലിൻ, 3-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഡിസ്സാറ്റിസ്ഫാക്ഷൻ, ഡിവോഷൻ, ഡിറക്ഷൻ, ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ. അസംതൃപ്തി, ധ്യാനം, ശരിയായ ദിശ, നിർണയം, അച്ചടക്കം. ക്രിസ്തുവിനെയും വചനത്തെയും ഇനിയും വേണം, എനിക്കിനിയും അവനെ അറിയണം, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്കിനിയും അനുഭവിച്ചറിയണം. ഇത്രയൊക്കെ ആയിട്ടും തനിക്ക് സംതൃപ്തിയില്ല. എനിക്കിനിയും ശരിയായ ദിശാബോധവും ശരിയായ ധ്യാനവും ശരിയായ നിർണയവും ശരിയായ അച്ചടക്കവുമുണ്ടെങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഓട്ടക്കളത്തിൽ ഓടി നമുക്ക് ബിരുദ പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 3-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളിൽ ലിവിങ് ഇൻ ദ ഫ്യൂച്ചർ ടെൻസ്, അഥവാ നമ്മൾ ഭാവിയിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. അതായത് നാം ഈ വർത്തമാനകാലത്തിൽ ജീവിക്കുമ്പോഴും ഭാവിയെ നോക്കി പുഞ്ചിരി തൂകിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സാമീപ്യത്തിൽ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, അവർ നെയിംസ് ആർ ഓൺ ഹെവൻസ് റെക്കോർഡ്, സ്വർഗത്തിൽ നമ്മളുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2, വി സ്പീക്ക് ഹെവൻസ് ലാംഗ്വേജ്, നമ്മൾ സ്വർഗീയ ആ ഭാഷ കൈകാര്യം ചെയ്യുന്നവരാണ്. 3, വി ഒബേ ഹെവൻസ് ലോസ്, നമ്മൾ സ്വർഗത്തിൻ്റെ നിയമങ്ങൾ ഈ ഭൂമിയിൽ പ്രമാണിക്കുന്നവരാണ്. 4, ഹി ഈസ് ലോയൽ ടു ഹെവൻസ് കോസ്, സ്വർഗീയ നിയമത്തിന് സമ്പൂർണമായിട്ട് കീഴ്പ്പെടുന്നവരാണ്. 5, വി ആർ ലുക്കിംഗ് ഫോർ ഹെവൻസ് ലോർഡ്, സ്വർഗത്തിൽ നിന്നും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു വരുന്നത് നമ്മൾ കാത്തിരിക്കുന്നവരാണ്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മൾ ഭാവിയിൽ ഈ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവരാണ്. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യു ഡോണ്ട് ഹാവ് ടു വറി, നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. എന്താണ് കാരണം? 3 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. 1, റൈറ്റ് പ്രേയിങ്, 2, റൈറ്റ് തിങ്കിങ്, 3-ാമത്തേത് റൈറ്റ് ലിവിങ്.
ഒന്ന് 4 അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ റൈറ്റ് പ്രേയിങ്, ശരിയായ പ്രാർത്ഥന. രണ്ടാമത്തേത് 4 അധ്യായത്തിൻ്റെ 8 വാക്യം റൈറ്റ് തിങ്കിങ്, ശരിയായ ചിന്തകൾ, ശരിയായ വിചാരങ്ങൾ. മൂന്നാമത്തേത് ദ റൈറ്റ് ലിവിങ്, ശരിയായ ജീവിതം. 4 അധ്യായത്തിൻ്റെ 9 വാക്യം ദ റൈറ്റ് പ്രേയിങ്, റൈറ്റ് തിങ്കിങ്, റൈറ്റ് ലിവിങ്. അതിൽ രണ്ടാമത്തെ പോയിന്റ് റൈറ്റ് തിങ്കിങ്. എന്തൊക്കെയാണ്? വാട്ട് എവർ ഈസ് ട്രൂ, ശരിയായ കാര്യങ്ങൾ. 2 വാട്ട് എവർ ഈസ് ഹോണസ്റ്റ് ആൻഡ് ജസ്റ്റ്, സത്യസന്ധമായും നേരുമുള്ള കാര്യങ്ങൾ. മൂന്നാമത്തേത് വാട്ട് എവർ ഈസ് പ്യുവർ, ലവ്ലി ആൻഡ് ഓഫ് ഗുഡ്, നിർമ്മലമായതും രമ്യമായതും സൽകീർത്തിയായതും. നാലാമത്തേത് വാട്ട് എവർ പൊസസസ് വെർച്യു ആൻഡ് പ്രൈസ്, സൽഗുണമോ പുകഴ്ചയോ ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. പിന്നെ നമ്മൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. റൈറ്റ് പ്രേയിങ്, റൈറ്റ് തിങ്കിങ്, റൈറ്റ് ലിവിങ്. ശരിയായ പ്രാർത്ഥന, ശരിയായ വിചിന്തനങ്ങൾ, ശരിയായ ജീവിതം, നേരായ പാതയിലുള്ള ജീവിതം. 4 അധ്യായത്തിൻ്റെ 10 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ദ സീക്രട്ട് ഓഫ് കണ്ടെന്റ്മെൻറ്റ്, സംതൃപ്തിയുടെ രഹസ്യം അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. അതിൽ 3 കാര്യങ്ങൾ. 4 അധ്യായത്തിൻ്റെ 10 വാക്യം ദ ഓവർ റൂളിംഗ് പ്രൊവിഡൻസ് ഓഫ് ഗാഡ്. രണ്ടാമത്തെ കാര്യം 4 അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദ അൺഫെയിലിംഗ് പവർ ഓഫ് ഗാഡ്. മൂന്നാമത്തേത് 4 അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ദ അൺചേഞ്ചിങ് പ്രോമിസ് ഓഫ് ഗാഡ്. 4 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ ദ ഓവർ റൂളിംഗ് പ്രൊവിഡൻസ് ഓഫ് ഗാഡ്, മറ്റു സകലതിനെയും ദുർബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരുതൽ. ദ അൺഫെയിലിംഗ് പവർ ഓഫ് ഗാഡ്, ഒരിക്കലും നശിച്ചു പോകാത്ത, ഒരിക്കലും നിർജീവമായി പോവാത്ത ദൈവത്തിൻ്റെ ശക്തി. ദ അൺചേഞ്ചിങ് പ്രോമിസ് ഓഫ് ഗാഡ്, ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഇതാണ് ദൈവ പൈതലെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, സംതൃപ്തിയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ രഹസ്യം. അത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് നമുക്കും നല്ല ഒരു മാതൃകയാണ്. ദ അൺചേഞ്ചിങ് പ്രോമിസ് ഓഫ് ഗാഡ്. 10 വാക്യം എ ബഡിങ് ട്രീ. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. 18 വാക്യം എ സാക്രിഫൈസ്. എത്ര മനോഹരമായാണ് അപ്പോസ്തലനായ പൗലോസ് താൻ ഓരോ വിഷയങ്ങളും ഫിലിപ്പിയിലെ വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഫിലിപ്പിയർ കർത്താവിന് വേണ്ടി എങ്ങനെ ശുശ്രൂഷ ചെയ്യണം? പൗലോസ് പറയുകയാണ്, സറണ്ടർ യുവർ മൈൻഡ് ടു ദ ലോർഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഡേ. ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം കർത്താവിൽ സമർപ്പിക്കുക. ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് റിന്യൂ യുവർ മൈൻഡ് ത്രൂ ദ വേർഡ്. ദൈവവചനത്തിലൂടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളുടെ മനസ്സ് ഒന്ന് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാനായിട്ട് ഇടയായിത്തീരും. ആസ് യു പ്രേ, ആസ് ഗോഡ് ടു ഗീവ് യു ദാറ്റ് എ ഡേ സിംഗിൾ മൈൻഡ്, എ സബ്മിസീവ് മൈൻഡ്, എ സ്പിരിച്വൽ മൈൻഡ്, എ സെക്യൂർ മൈൻഡ്. തീർച്ചയായിട്ടും ഫിലിപ്പിയിലെ വിശ്വാസികൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്കൊരു ഏകാഗ്രമായ മനസ്സും, ഒരു താഴ്മയുള്ള മനസ്സും, ഒരാത്മീക മനസ്സും,
ഒരു സുരക്ഷിത മനസ്സും തരണമേ എന്ന്. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നമുക്ക് മുന്നേറുവാനായിട്ട് ഇടയായിത്തീരും. ഇനിയും ഒന്നുകൂടെ നമുക്ക് മടങ്ങി 1-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് 4-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ ഒരു ഓട്ടപ്രദക്ഷിണം കൂടെ നമുക്കൊന്ന് ചെയ്യാം. 1-ാം അധ്യായം 1 മുതൽ 11 വരെ ഹിസ് ഫ്രണ്ട്സ്, 12 മുതൽ 18 വരെ ഹിസ് സർക്കംസ്റ്റാൻസസ്, 19 മുതൽ 26 വരെ ഹിസ് ഫ്യൂച്ചർ, 27 മുതൽ 30 വരെ ഹിസ് എനിമീസ്. തൻ്റെ സുഹൃത്തുക്കൾ, തൻ്റെ സാഹചര്യങ്ങൾ, തൻ്റെ ഭാവി, തൻ്റെ ശത്രുക്കൾ, ഇതെല്ലാം 1-ാം അധ്യായത്തിൽ താൻ വിശദീകരിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ പൗലോസിൻ്റേതെന്ന് പറയുവാൻ തനിക്ക് അനേക കാര്യങ്ങളുണ്ട്. 1-ാം അധ്യായത്തിൽ മാത്രമല്ല, മറ്റധ്യായങ്ങളിലും. എന്തൊക്കെയാണ്? മൈ ചെയിൻസ്, എൻ്റെ ബന്ധനങ്ങൾ, 1:13. 2 മൈ ബ്രദറൻ, എൻ്റെ സഹോദരന്മാർ, 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. 3 എൻ്റെ പ്രിയരും വാഞ്ചിതരുമായുള്ളവരെ, 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. 4-ാമത്തേത് എൻ്റെ ദൈവം, 4:19, 1:6. 5-ാമത്തേത് എൻ്റെ ഹൃദയം, 4:7. 6-ാമത്തേത് എൻ്റെ ബുദ്ധിമുട്ട്, 4:16. 7-ാമത്തേത് എൻ്റെ കഷ്ടത, 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. 8-ാമത്തേത് എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവൻ. എന്തെല്ലാം കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിന് പറയാനായിട്ടുണ്ട് 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ. എന്നാൽ ഈ 4 അധ്യായങ്ങളിലും യേശുക്രിസ്തുവിൻ്റേതെന്ന് പറയുവാൻ 1-ാം അധ്യായം 8-ാം വാക്യം, യേശുക്രിസ്തുവിൻ്റെ ആർദ്രത, ദ ബവൽസ് ഓഫ് ജീസസ്. 2:5 ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ മനസ്സ്, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം. 3 ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം, 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശക്തി, ദ പവർ ഓഫ് ജീസസ്, ദ പവർ ഓഫ് ക്രൈസ്റ്റ്. ഈ ലേഖനത്തിൽ പൗലോസ് പറയുന്ന മറ്റൊരു വിഷയം ദ സേവിയർ ആൻഡ് സെയിൻറ്റ്, രക്ഷിതാവും വിശുദ്ധന്മാരും. 1 അവർ പൊസിഷൻ, ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്, 1:1. നമ്മുടെ സ്ഥാനം അത് ക്രിസ്തുവിലാണ്. 2 അവർ പർപ്പസ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ടു ലീവ് ക്രൈസ്റ്റ്, 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ദ തേർഡ് വൺ അവർ പ്രിവിലേജ് ടു പ്രീച്ച് ക്രൈസ്റ്റ്, 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ദ ഫോർത്ത് വൺ അവർ പ്രൈസ് ടു വിൻ ക്രൈസ്റ്റ്, 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദ ഫിഫ്ത്ത് വൺ അവർ പ്രോസ്പെക്റ്റ് ടു ബി വിത്ത് ക്രൈസ്റ്റ്, 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. സിക്സ്ത് വൺ അവർ പെർഫെക്ഷൻ, ദാറ്റ്സ് ലൈക്ക് ക്രൈസ്റ്റ്, 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവർ പൊസിഷൻ, അവർ പർപ്പസ്, അവർ പ്രിവിലേജ്, അവർ പ്രൈസ്, അവർ പ്രോസ്പെക്റ്റ്, അവർ പെർഫെക്ഷൻ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിനെ പ്രസംഗിച്ച് ക്രിസ്തുവിനെ നേടി ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിനെ പോലെ. ഇതാണ് ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിന് ഒരു ആത്യന്തിക ലക്ഷ്യമുണ്ടായിരിക്കണം. 1-ാം അധ്യായം
21 ഈ ജീവിതം കഷ്ടതയുടെ ജീവിതമാണ്. ഇറ്റ്സ് എ ലൈഫ് ഓഫ് സഫറിങ്. നമ്മുടെ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമാണ്. ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഡിഫീറ്റ്. ഈ ജീവിതം മോഹഭംഗത്തിൻ്റെ ഒരു ജീവിതമാണ്. ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഫ്രസ്ട്രേഷൻ. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ലോകാവസാനത്തോളം, എല്ലാ നാളും. അവിടത്തേക്ക് നമുക്ക് എന്തെല്ലാം തരാൻ കഴിയുമോ അതെല്ലാം നമുക്ക് തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ സന്തോഷം പൂർണ്ണമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കുവാൻ നമുക്ക് ഇടയായിത്തീരും. എങ്ങനെ? ഏകമനസ്സുള്ളവരായി, ഏകസ്നേഹം പൂണ്ട്, ഐകമത്യമുള്ളവരായി, ഏകഭാവമുള്ളവരായി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. 1 29 പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. പൗലോസിനെ കുറിച്ച് കർത്താവ് പറയുന്നത്, ഞാൻ കഷ്ടം പകർന്നു വെക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകജീവിതം കഷ്ടങ്ങൾ നിറഞ്ഞതാണ്. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതായത് ഞാൻ കഷ്ടത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടത്തെ ജയിച്ച, ലോകത്തെ ജയിച്ച ഒരു കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ അത് ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല. കഷ്ടമനുഭവിക്കുവാൻ നമ്മൾ മുൻ നിയമിക്കപ്പെട്ടവരാണ്. നമുക്ക് വരം നൽകിയിരിക്കുകയാണ്. അതുമാത്രവുമല്ല, നമ്മുടെ കർത്താവ് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് നമ്മളോട് കൂടെയുണ്ട്. അതുമാത്രവുമല്ല, നമ്മൾക്ക് സഹിക്കാവുന്നതിനു മീതെ കഷ്ടങ്ങളോ പരീക്ഷകളോ ഒന്നും നമ്മുടെ കർത്താവ് തരികയില്ല. നമ്മളുടെ ആദിയെങ്കിൽ തന്നെ അവസാനം അറിയാവുന്ന ഒരു കർത്താവാണ് നമുക്ക് കഷ്ടം തരുന്നതെങ്കിൽ നമുക്ക് സഹിക്കാവുന്നതിന് മീതെയുള്ള കഷ്ടങ്ങൾ അവിടുന്ന് തരികയില്ല. അതുമാത്രവുമല്ല, കഷ്ടത്തോടൊപ്പം തന്നെ, കഷ്ടങ്ങൾ തരുന്നതിനോടൊപ്പം തന്നെ അത് സഹിക്കുവാനുള്ള കൃപയും അവിടുന്ന് നമുക്ക് പകരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദ സഫറിങ്സ് ടു സക്സസ്. എങ്ങനെ ഈ കഷ്ടതകൾ നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് സാധിക്കും? എങ്ങനെ നമുക്ക് വിജയത്തിലേക്ക് കുതിക്കുവാനായിട്ട് സാധിക്കും? 1, സഫറിങ്സ് ഈസ് എ ഫാക്റ്റ് ഫോർ ഓൾ പീപ്പിൾ. ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടങ്ങൾ പല വിധത്തിലാണ്. 1, ഫിസിക്കൽ സഫറിങ്. 2, മെൻ്റൽ സഫറിങ്. 3, സ്പിരിച്വൽ സഫറിങ്. 1 ഫിസിക്കൽ സഫറിങ്. 2 27 മെൻ്റൽ സഫറിങ്. 3 18 സ്പിരിച്വൽ സഫറിങ്. 2, സഫറിങ് ഈസ് എ പാർട്ട് ഇൻ ക്രിസ്ത്യൻ സർവീസ്. ക്രിസ്തീയ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് കഷ്ടത എന്ന് പറയുന്നത്. അതിൽ 1, കോൺഫ്ലിക്റ്റ് ഫ്രം നോൺ ക്രിസ്ത്യൻ വേൾഡ്. 2:17. 2, കൺസേൺ ഓവർ ഫെലോ വർക്കേഴ്സ്. 2 29. 3, സാക്രിഫൈസ് ഓഫ് ദി സോഷ്യൽ സ്റ്റാറ്റസ്. 3 5. 4, സാക്രിഫൈസ് ഓഫ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. 4 12. The third point, sufferings a path to victorious life. അതിൽ 1, സഫറിങ് ഈസ് എ പ്രിവിലേജ്. 1:29. 2, സഫറിങ് ഈസ് അലീവിയേറ്റഡ് ബൈ ഗാഡ്. 4:9.
3, സഫറിങ് ഈസ് വർത്ത് ദ ഗെയിൻ ഇൻ ക്രൈസ്റ്റ്. 2:21. 4, സഫറിങ് മസ്റ്റ് ബി ഓവർകം. 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്കു വേണ്ടി കഷ്ടമനുഭവിച്ച ഒരു കർത്താവിനെയും പൗലോസിനെയും തിമോത്തിയോസിനെയും എപ്പഫ്രാദിത്തോസിനെയും മാതൃകയായിട്ട് മുന്നോട്ട് കൊണ്ടുവരികയാണ്. 1 മുതൽ 11 വരെ ലുക്ക് ഔട്ട്, 12 മുതൽ 16 വരെ വർക്കൗട്ട്, 17 മുതൽ 30 വരെ പോഡ് ഔട്ട്. 1-ാമത്തെ ഭാഗം പുറത്തേക്കുള്ള ഒരു ദർശനം, 2-ാമത്തെ ഭാഗം ആന്തരിക പ്രവർത്തനം, 3-ാമത്തെ ഭാഗം പകരപ്പെടൽ. 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു. സോ ഹൗ ടു കീപ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്? 1, we need to have a mind of sacrifice. Best example is Christ. 2nd Apostle Paul, 3rd Timothy, the 4th Epaphroditus. The second one, we need to have a mind of humility. Third one, we need to have a mind of obedience. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സും മനോഭാവവും നമ്മൾക്കുമുണ്ടാകും, യാതൊരു സംശയവുമില്ല. 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ലെറ്റ് ക്രൈസ്റ്റ് ബി ലോർഡ്. ഈ ക്രിസ്തു നമ്മുടെ കർത്താവായിരിക്കട്ടെ. 2:5 ലോർഡ് ഓഫ് യുവർ തിങ്കിങ്. യെശയ്യാപ്രവചനം 55:3 ലോർഡ് ഓഫ് യുവർ ഹിയറിംഗ്. എബ്രായ ലേഖനം 12:2 ലോർഡ് ഓഫ് യുവർ സീയിങ്. മത്തായിയുടെ സുവിശേഷം 10:20 ലോർഡ് ഓഫ് യുവർ ടോക്കിംഗ്. എബ്രായ ലേഖനം 13:21 ലോർഡ് ഓഫ് യുവർ ഡൂയിങ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ലോർഡ് ഓഫ് യുവർ ഗോയിങ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലും ഈ ക്രിസ്തു നമ്മുടെ കർത്താവായി വിളങ്ങട്ടെ, കർത്താവായിട്ട് വാഴട്ടെ. 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ റിജോയ്സിങ്, 2 മുതൽ 11 വരെ കൗണ്ടിങ്, 12 മുതൽ 16 വരെ റീച്ചിങ്, 17 മുതൽ 19 വരെ വീപ്പിംഗ്, 20 മുതൽ 21 വരെ ലുക്കിംഗ്. 3-ാം അധ്യായത്തിൽ താൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദമാണ് കൂട്ടായ്മ. എന്തൊക്കെയാണ് കൂട്ടായ്മയുടെ ഫലങ്ങൾ? 1, കഷ്ടത സഹിക്കുവാൻ അഭ്യസിക്കുന്നു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. പൗലോസ് പറയുന്ന അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തമെല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. കൂട്ടായ്മയുടെ ഫലങ്ങൾ ദൈവവചനത്തിൽ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 1, കഷ്ടത സഹിക്കുവാൻ അഭ്യസിക്കുന്നു. 2, വെളിച്ചത്തിൽ നടക്കാം. 1 യോഹന്നാൻ 1:7. 3, ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ അഭ്യസിക്കുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. 4-ാമത്തേത് ഒത്തുചേർന്ന് ആശ്വസിപ്പിക്കുവാൻ ഇടയായിത്തീരും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. 5, അന്യോന്യം പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരും. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 25-ാമത്തെ വാക്യം. 6, അന്യോന്യം ഭാരങ്ങളെ വഹിക്കുവാൻ ഇടയായിത്തീരും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. 7,
സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാൻ മുഖാന്തരമായി തീരും. റോമാലേഖനം 12:15. 8. കർത്താവിനു വേണ്ടി നാം വളർന്ന് പ്രകാശിക്കുവാൻ ഇടയായിത്തീരും. 2 പത്രോസ് 3:18. 3 അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 3 യാഥാർത്ഥ്യങ്ങൾ, 3 റിയാലിറ്റീസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. 1. നേടണം. 2. ഇരിക്കണം. 3. അറിയണം. വിൻ, ഫൗണ്ട്, നോ. ഈ ഓരോ പദങ്ങളും എത്ര ശ്രേഷ്ഠമാണ്! കേവലം നാം പഠിക്കുമ്പോഴല്ല, മറിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ പോലെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ. 3 ചില നഷ്ടങ്ങൾ നാം എണ്ണേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ്? 3:7 രക്ഷിക്കപ്പെട്ടപ്പോൾ വന്ന നഷ്ടങ്ങൾ. 2 രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് വരുന്ന നഷ്ടങ്ങൾ. 3:8. 3 ഇനിയും രക്ഷിക്കപ്പെടാൻ ഞാൻ സഹിക്കുന്ന നഷ്ടങ്ങൾ. 3:11. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നമ്മൾക്ക് സാധിച്ചു. നമ്മളുടെ പ്രാണൻ്റെ രക്ഷ, ദേഹിയുടെ രക്ഷ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ ഇനിയും നടക്കാൻ പോവുകയാണ്. എൻ്റെ ആത്മാവിന് രക്ഷ കിട്ടിയപ്പോൾ എൻ്റെ പ്രാണന് രക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് രക്ഷ ഇനി നേടാനായിട്ട് പോകുമ്പോൾ എന്തെല്ലാം നഷ്ടങ്ങൾ, അതെല്ലാം അപ്പോസ്തലനായ പൗലോസ് ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കുകയാണ്. 3 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. 1. വി ഹാവ് ആൻ എക്സാമ്പിൾ. 3:17. 2. വി ഹാവ് ആൻ എക്സെപ്ഷണൽ സിറ്റിസൺഷിപ്പ്. 3:20. നമ്മുടെ പൗരത്വം സ്വർഗീയമാണ്. 3. വി ഹാവ് ആൻ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ കമ്മിങ് ഓഫ് ദി ലോർഡ്. 20. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. 4 5 കാര്യങ്ങൾ. വി വിൽ ഹാവ് ആൻ എക്സ്ട്രാ ഓർഡിനറി പവർ to come to me and to give an extraordinary body. ഒരു എക്സ്ട്രാ ഓർഡിനറി പവറും ഒരു എക്സ്ട്രാ ഓർഡിനറി ബോഡിയും നമുക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ 3 ശക്തികളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. 1. ഗോഡ്സ് പവർ, ദാറ്റ് ഈസ് ദ റിസറക്ഷൻ പവർ ഓഫ് ജീസസ്. 2. ദ പവർ ഓഫ് സിൻ, പാപത്തിൻ്റെ ശക്തി. 3. ദ പവർ ഓഫ് ദ ഹെവൻലി സിറ്റിസൺഷിപ്പ്. 4 ദ പ്രൊവിഷൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കരുതൽ. 4 കാര്യങ്ങൾ. 1 മുതൽ 5 വരെ ഹി പ്രൊവൈഡ്സ് യൂണിറ്റി. 2. ഹി പ്രൊവൈഡ്സ് പീസ്. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 3. ഹി പ്രൊവൈഡ്സ് പവർ. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 4. ഹി പ്രൊവൈഡ്സ് മെറ്റീരിയൽ നീഡ്സ്. 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 5 വരെ ഐക്യത നൽകുന്നു. 6 മുതൽ 9 വരെ സമാധാനം നൽകുന്നു. 10 മുതൽ 13 വരെ ശക്തി നൽകുന്നു. 14 മുതൽ 20 വരെ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ അവിടുന്ന് നിറവേറ്റിത്തരുന്നു. ത്രൂ ക്രൈസ്റ്റ്
യു ക്യാൻ ബി വാട്ട് യു ought to be. 4:11. ഡു വാട്ട് യു ought to do. 13 വാക്യം. ആൻഡ് ഹാവ് വാട്ട് യു ought to have. 19 വാക്യം. ഓൾ ടു ദ ഗ്ലോറി ഓഫ് ഗാഡ്. 4 അധ്യായം 6 വാക്യത്തിൽ എ ട്രിപ്ലറ്റ് ഇൻ ഫിലിപ്പിയൻസ്. 3 കാര്യങ്ങൾ. 1, കെയർഫുൾ ഫോർ നത്തിങ്. 2, പ്രയർഫുൾ ഫോർ എവറിത്തിങ്. 3, താങ്ക്ഫുൾ ഫോർ എനിത്തിങ്. 1 കെയർഫുൾ ഫോർ നത്തിങ്, നോ ബേർഡൻസ്. 6 വാക്യം. പ്രയർഫുൾ ഫോർ എവറിത്തിങ്, നോ റിസർവ്സ്. 6 വാക്യം. താങ്ക്ഫുൾ ഫോർ എനിത്തിങ്, നോ മർമേഴ്സ്. 6 വാക്യം. ക്രൈസ്റ്റ് അവർ സ്ട്രെങ്ത് ആൻഡ് സപ്ലൈ. നമ്മുടെ ശക്തിയും നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതും അത് കർത്താവ് മാത്രമാണ്. 4 കാര്യങ്ങൾ. 1, ഗോഡ്സ് പ്രസൻസ്. 4 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ, കർത്താവിൻ്റെ സാന്നിധ്യം. കർത്താവ് എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. 2, ഗോഡ്സ് പീസ്. 4 അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവ സമാധാനം. അതിൽ 3 കാര്യങ്ങൾ നേരത്തെ നമ്മൾ ഓർത്തതാണ്. റൈറ്റ് പ്രേയിങ്, റൈറ്റ് തിങ്കിങ്, റൈറ്റ് ലിവിങ്. ശരിയായ പ്രാർത്ഥനയും ചിന്തയും പ്രവർത്തനവും. 3 പോയിന്റ്, ഗോഡ്സ് പവർ. 4 അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 4 ഗോഡ്സ് പ്രൊവിഷൻ. 4 അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ദൈവിക കരുതൽ. ഈ ലേഖനത്തിൻ്റെ ഒടുവിൽ 4 അധ്യായം 19 വാക്യത്തിൽ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇറ്റ്സ് എ ബ്ലാങ്ക് ചെക്ക് ഫോർ യു. 4:19. ഇറ്റ്സ് എ ബ്ലാങ്ക് ചെക്ക്. അതിൽ 6 കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1, ദ ഫേം, ദാറ്റ് ഈസ് മൈ ഗാഡ്. 2, ദ പ്രോമിസ്, ദാറ്റ് ഈസ് ഷാൽ സപ്ലൈ. ദ തേർഡ് വൺ, ദ എമൗണ്ട്, ഓൾ യുവർ നീഡ്. 4, ദ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഹിസ് റിച്ചസ്. 5, ദി അഡ്രസ്, ദാറ്റ് ഈസ് ഇൻ ഗ്ലോറി. 6, ദ സിഗ്നേച്ചർ, ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ജീസസ്. 4 അധ്യായം 13 വാക്യത്തിൽ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്ങനെയാണ് ശക്തനാക്കുന്നത്? മറ്റൊരു ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതം കൊരിന്ത്യരോട് വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് നമ്മൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ കൃപ ഈക്വൽ ടു എൻ്റെ ശക്തി. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എനിക്ക് കൃപ നൽകുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്താണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം? 12 വാക്യത്തിൽ, ഐ ക്യാൻ ഫേസ് എവറി സർക്കംസ്റ്റാൻസസ്. ഏത് സാഹചര്യത്തെയും എനിക്ക് നേരിടാൻ എന്നെ ശക്തനാക്കുന്നു, എനിക്ക് കൃപ നൽകുന്നു. 2, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. 13 വാക്യം, ഞാൻ സകലത്തിനും മതിയാകുന്നു. എനിക്ക് കർത്താവിന് വേണ്ടി അവിടുന്ന് എന്തൊക്കെ എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ടോ അത് സകലവും എനിക്ക് ചെയ്യാനായിട്ട് കഴിയും. 3, 18 വാക്യം, ഐ ക്യാൻ ലീവ് വിത്ത് വാട്ട് ഐ ഹാവ്. എനിക്കുള്ളതുകൊണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് തരുന്നതുകൊണ്ട് എനിക്ക് സമൃദ്ധിയായിട്ട്
എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയും. ദാറ്റ് ഈസ് കണ്ടൻമെൻറ്റ്. അതാണ് യഥാർത്ഥ സമൃദ്ധി. താഴ്ചയിൽ തൃപ്തരായിരിക്കാൻ അറിയാത്തവർ സമൃദ്ധിയിലും തൃപ്തരായിരിക്കാൻ കഴിയുകയില്ല. റിച്ചാർഡ് ഡി ഹാൻ എന്ന് പറയുന്ന ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള 10 റൂൾസ്, 10 നിയമങ്ങൾ. എന്തൊക്കെയാണത്? 1. ഗീവ് സംതിങ് എവേ. 2. ഡു എ കൈൻഡ്നെസ്. 3. ഗീവ് താങ്ക്സ് ഓൾവേസ്. 4. വർക്ക് വിത്ത് വിം ആൻഡ് വിഗർ. 4. വിസിറ്റ് ദ എൽഡർലി ആൻഡ് ലേൺ ഫ്രം ദെയർ എക്സ്പീരിയൻസ്. 6. ലുക്ക് ഇൻറ്റൻറ്റ്ലി ഇൻ ടു ദ ഫേസ് ഓഫ് എ ബേബി ആൻഡ് മാർവൽ. 7. ലാഫ് ഓഫൺ, ഇറ്റ്സ് ലൈഫ്സ് ലൂബ്രിക്കൻറ്റ്. 8. പ്രേ ടു നോ ഗോഡ്സ് വേ. 9. പ്ലാൻ ആസ് ദോ യു വിൽ ലീവ് ഫോർ എവർ യു വിൽ. 10. ലീവ് ആസ് ദോ ടുഡേ ഈസ് യുവർ ലാസ്റ്റ് ഡേ ഓൺ എർത്ത്. ഈ ലേഖനത്തിൻ്റെ ഒടുവിൽ 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതം താൻ തുറന്നു വെക്കുകയാണ്. ഞാൻ ആരാണ്? എന്നെ ശക്തനാക്കുന്നവൻ ആരാണ്? നമ്മളും തിരിച്ചറിയേണ്ട 2 യാഥാർത്ഥ്യങ്ങൾ. ഞാൻ ആരാണ്? 2. എന്നെ ശക്തനാക്കുന്നവൻ ആരാണ്? 12-13 വാക്യങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം നേടിയ അറിവുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞ ചില അറിവുകളുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ശീലിച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ശീലമായി തീർന്ന ചില കാര്യങ്ങളുമുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാമുണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. സൗരഭ്യവാസന, സ്വീറ്റ് അരോമ. തിരുവെഴുത്തിൽ പല പ്രാവശ്യം ഈ പദപ്രയോഗം ആവർത്തിക്കുന്നുണ്ട്. 1, 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ദ ഗിഫ്റ്റ്സ് ടു ദ സെർവൻസ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ ദാസന്മാർക്ക് നാം കൊടുക്കുന്ന ഔദാര്യ ദാനങ്ങൾ. 2, ദ സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ്, എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 3, ദ ബിലീവേഴ്സ് ലെഡ് ഇൻ ദ ട്രയംഫൽ പ്രൊസഷൻ ഓഫ് ക്രൈസ്റ്റ്, 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ദ നെക്സ്റ്റ് വൺ, ദ വർഷിപ്പ് ഓഫേർഡ് ടു ദ ലോർഡ്, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദ ഫൈനൽ വൺ, ദ യൂണിറ്റി ഓഫ് ബ്രദറൻ ഇൻ ദ ലോർഡ് ഇൻ ക്രൈസ്റ്റ്, സങ്കീർത്തനങ്ങൾ 133 1-2 വാക്യങ്ങൾ. ഒരു ദാനത്തിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ് ആ പ്രാധാന്യങ്ങൾ? 1, ഇറ്റ്സ് എ ഫ്രാഗ്രൻറ്റ് ടു ഗാഡ്, 4:18. ഇറ്റ് ബ്രിങ്സ് ഫ്രൂട്ട് ടു ദ അക്കൗണ്ട് ഓഫ് ദി ഡോണർ, 17-ാമത്തെ വാക്യം. 3, ഇറ്റ് എക്സ്പ്രസസ് ഫെലോഷിപ്പ് വിത്ത് ദ റെസിപ്പിയൻറ്റ്, 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഇതെല്ലാം 4-ാം അധ്യായത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു ദാനത്തിൻ്റെ മൂല്യം. 4-ാം അധ്യായത്തിൽ 4 പൊസിഷൻസിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യം രജിസ്റ്റേർഡ്, 4-ാമത്തെ വാക്യം റിജോയ്സിങ്, 7-ാമത്തെ വാക്യം റെസ്റ്റ്ഫുൾ, 9-ാമത്തെ വാക്യം റിവാർഡഡ്. 3-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ
പുനരുദ്ധാന ശക്തിയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ. പുനരുദ്ധാനത്തിൻ്റെ ശക്തി. എന്താണ് പുനരുദ്ധാന ശക്തി? 4 കാര്യങ്ങൾ. ഇറ്റ്സ് എ മിലിറ്റൻ്റ് പവർ. എഫേസ്യ ലേഖനം 1:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 2, ഇറ്റ്സ് എ മോട്ടിവേറ്റിംഗ് പവർ. റോമാലേഖനം 6:4-5 വാക്യങ്ങൾ. 3, ഇറ്റ്സ് എ മാഗ്നറ്റിക് പവർ. കൊലോസ്യ ലേഖനം 3:1-2 വാക്യങ്ങൾ. 4, ഇറ്റ്സ് എ മാഗ്നിഫയിങ് പവർ. ഫിലിപ്പ് ലേഖനം 1:20 വാക്യം. 4 അധ്യായത്തിൽ 1 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൽ നിലനിൽപ്പീൻ, സ്റ്റാൻഡ് ഫാസ്റ്റ്. ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് നാം നിലനിൽക്കേണ്ടത്? ഇൻ ദ ലോഡ് 4:1. ഇൻ ദ ഫെയ്ത്ത് 1 കൊരിന്ത്യർ 16:13 വാക്യം. ഇൻ ദ ലിബർട്ടി ഗലാത്യ ലേഖനം 5:1. ഇൻ വൺ സ്പിരിറ്റ് ഫിലിപ്പ് ലേഖനം 1:27 വാക്യം. നാം നിലനിന്നാൽ മാത്രം പോരാ, നാം മുറുകെ പിടിക്കണം. ഹോൾഡ് ഫാസ്റ്റ്. എന്തൊക്കെയാണ് നാം മുറുകെ പിടിക്കേണ്ടത്? 1, കോൺഫിഡൻസ് ഓഫ് ഹോപ്പ്. എബ്രായ ലേഖനം 3:6. 2, അവർ പ്രൊഫഷൻ. എബ്രായ ലേഖനം 4:14. 3, ദ ഫോം ഓഫ് സൗണ്ട് വേർഡ്സ്. 2 തിമോത്തിയോസ് 1:13 വാക്യം. 4, ദാറ്റ് വിച്ച് ഈസ് ഗുഡ്. 1 തെസ്സലോനിക്കർ 5:21 വാക്യം. ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസും തൻ്റെ കർത്താവുമായിട്ടുള്ള ആ ബന്ധം എങ്ങനെയാണ് ഊട്ടിയുറപ്പിച്ചിരിക്കുന്നത്? 3:8-9 വാക്യങ്ങൾ അത് വിശദീകരിക്കുകയാണ്. 1, പോൾ കമ്മിറ്റഡ് ഹിംസെൽഫ് ആസ് എ പേഴ്സണൽ ട്രസ്റ്റ്. 3:8. 2, പോൾ കവറ്റഡ് ഫോർ ഹിംസെൽഫ് എ പ്രഷ്യസ് ട്രഷർ. 8 വാക്യം. The third one, Paul contemplated his experience of a present transition found in him. 9 വാക്യം. ഇതിനു വേണ്ടി താൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? He consecrated all his energies. 3:8-12 വാക്യങ്ങൾ. He concentrated all his efforts. 3:13 വാക്യം. And his Lord would compensate him with the price of his high calling. 3:14 വാക്യവും 2 തിമോത്തിയോസ് 4:8 വാക്യവും. പൗലോസിന് പറയാൻ മറ്റൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്താണ് ഈ വാക്കിൽ അന്തർലീനമായിരിക്കുന്നത്? ദ കോൺഫിഡൻസ് ഓഫ് എ മാൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ്റെ ആ ഉറപ്പ്. 2, ദ പൊട്ടൻഷ്യൽ ഓഫ് എ മാൻ ഇൻ ക്രൈസ്റ്റ്. 3, ദ ഇന്നർ റിസർവ്സ് ഓഫ് എ മാൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസും പൊട്ടൻഷ്യലും ഇന്നർ റിസർവ്സും എന്തൊക്കെയാണ്? അതാണ് അപ്പോസ്തലനായ പൗലോസ് കേവലം 4 അധ്യായങ്ങളുള്ള ഒരു ചെറിയ ലേഖനം. ബന്ധനസ്ഥനാണെങ്കിലും ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് താൻ മുഖാന്തരം രക്ഷയിലേക്ക് വന്ന ആ ഫിലിപ്പിയിലെ വിശ്വാസികളെക്കുറിച്ച് തൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലും വിതുമ്പലും ആഗ്രഹവും തൻ്റെ ഉത്കണ്ഠയും തൻ്റെ ഹൃദയം തന്നെ ഈ ലേഖനത്തിൽ പകർന്നിരിക്കുകയാണ്.
കേവലം ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ രൂപരേഖ പഠനം ഈ ലേഖനത്തിൻ്റെ വിശദാംശങ്ങളിലേക്കും ഉള്ളറകളിലേക്കും ചെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും കുറിച്ച് എന്താണ് ഈ ലോക ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കുവാനും ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം കഴിക്കുവാനും സർവകൃപാലുവായ ദൈവം നമുക്കേവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.